Hello, good evening. So hope I am clearly audible and visible to you. Let me know in the comment box. Am I clearly audible and visible? Okay, fine. So today we have landed up with a great session that is Q&A from TV. So what is Q&A? Question and answer session that you people know. അപ്പം നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ ഇരുന്നവരുണ്ടായിരിക്കാം, ഇരിക്കാത്തവരുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ചാറ്റ് ബോക്സിൽ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സൂം മീറ്റിംഗിന്റെ കമന്റ് ബോക്സ് വഴിയാണ്. അപ്പം സോ വാട്ട് എവർ ഡൗട്ട്സ് യു ആർ ഹാവിംഗ്, സോ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് പറയാനുള്ളതെല്ലാം കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും അതിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ വേണം ഓക്കെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി. ആൻഡ് സോ ഐ എം എ പാർട്ട് ഓഫ് അവർ സെനറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം സെനറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടർ ആണ്. സോ ഐ എം യുവർ മെന്റർ ആൻഡ് PSC ഫാക്കൽറ്റി ദയർ. അപ്പം ഇപ്പം ഓൺലൈനായിട്ട് ഞാൻ എടുക്കുന്നത് എയർബോൺ ഇൻഫെക്ഷൻസ് ആണ്. എയർബോൺ ഇൻഫെക്ഷൻസിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് നിങ്ങൾക്ക് എക്സാം ആയിട്ട് കേന്ദ്രമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് വരുന്ന കുറച്ച് എക്സാംസ് നിങ്ങൾക്ക് അറിയാം. ദിസ് TB ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആൻഡ് ദ സെയിം ടൈം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിനും ഓക്കെ MCS ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ TB എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. TB ഓൾറെഡി നമ്മൾ സെനത്തിൽ എടുത്ത് കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഇവിടെ തന്നെ ഏകദേശം 10-16 മണിക്കൂർ വെച്ച് കവർ ചെയ്ത് അത്രയും ലെങ്തി ആയിട്ട് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്ത് ട്യൂബർക്കുലോസിസ്, അതേപോലെ തന്നെ അതിന്റെ നാഷണൽ പ്രോഗ്രാം, നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എല്ലാം നമ്മൾ കവർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത്രയും വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നൊരു ചെറിയ Q&A സെഷനിൽ കൂടി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാകും. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാ ഏരിയയും ടച്ച് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അത്രയും ലെങ്തി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എന്നാലും അതിന്റെ മാക്സിമം ക്രക്സ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും Q&A എടുക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് എത്രയും വേഗം ഞാനൊരു ക്വസ്റ്റ്യൻ മാറ്റി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുവാനേ നോക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാറ്റുന്നതിന് സാർ അത് എഴുതിയില്ല ഒന്നുകൂടെ കാണിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഞാൻ എഴുതുന്നത് കാണിക്കുന്ന ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ടേബിൾസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോവുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള മാക്സിമം ടേബിൾസും അറ്റ് ദ സെയിം ടൈം കൂടുതൽ ഇൻഫർമേഷൻസും നമ്മുടെ പവർ പോയിന്റ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒപ്പം സഹകരിക്കണം. Okay, are you ready? Let me know in the comment box. Are you ready? Okay, yes. Very good, all of you. So we are starting with this TB marathon Q&A. Before going to this marathon, so this is my Instagram page. It is Medical Snippets by Dr. Allu. It is in coordination with our Senate Instagram page. കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ MCQs ഇടാറുണ്ട്. അതേപോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട കുറെ സ്നിപ്പറ്റ്സുകൾ ഡെലിവർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മെഡിക്കൽ സ്നിപ്പറ്റ്സ് എന്ന് തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ MCQസിന് വേണ്ടിയും കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയും പ്ലീസ് ഫോളോ Instagram page Medical Snippets. Okay, with that, we are moving to this very first question that is from the basics, that is from the epidemiology of TB. So, this is the first question. Give me the answers in the comment box. All the following are risk factors for TB transmission, except. All the following are risk factors for this TB transmission, except. Yes. Okay. So very good, Krishnendu. Very good, Salia, Gayatri. Very good, all of you. So this answer is option B. So let us discuss how this is happening. അതായത് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്നതില് എല്ലാം TBയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഏതൊഴികെ, എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊഴികെ മക്കളെ ആൽക്കഹോൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ എങ്ങനെയാണ് ആൽക്കഹോൾ ഒരു റിസ്ക് ഫാക്ടർ ആവുന്നത്? ഈ മദ്യപിക്കുന്നവരില്, പുകവലിക്കുന്നവരില്, ചില പ്രത്യേക അസുഖമുള്ളവരില്, സ്റ്റിറോയിഡ് പോലത്തെ മെഡിസിൻസ് എടുക്കുന്നവര്, ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. സോ ദിസ് ക്യാൻ ലീഡ് ടു ലോ ഇമ്മ്യൂണിറ്റി. പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ പ്രതിരോധ ശേഷി കുറയുമ്പോൾ എന്താ TB വരാനുള്ള സാധ്യത കൂടും.
കൊമൈറ്റ്സ് അവിടെ നിൽക്കുന്നത്. മെയിൽ സെക്സ്, നിങ്ങൾ കരുതും യെസ് ഇതൊരു ഇൻഫെക്ഷൻ അല്ലേ, അപ്പൊ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇല്ല. പക്ഷെ ഉണ്ട് മക്കളെ, ഓൾവേസ് കീപ് ഇൻ മൈൻഡ് മെയിൽസ് ആർ അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ദാൻ ഫീമെയിൽസ്. സ്ത്രീകളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്കാണ്? മെയിൽസിനാണ് ടി ബി വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം മെയിൽസിൽ സ്മോക്കേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള റിസ്ക് വെച്ചിട്ട് മെയിൽസിനാണ് പൊതുവെ ചാൻസ് കൂടുതൽ. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, എന്തുകൊണ്ടാണ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്? നിങ്ങൾക്ക് പ്രത്യേകം അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ടി ബി ഈസ് എ ഡിസീസ് ഓഫ് ഓപ്പൺ കമ്മ്യൂണിറ്റി, ഒന്നുപെട്ട് കഴിയുന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതായത് ഇതൊരു എയർബോൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ വെന്റിലേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ ഓക്കെ ഈ ടി ബി വരാം. അപ്പൊ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിന്റെ പ്രത്യേകത എന്താ? യെസ് അങ്ങനെയുള്ളവർ കൂടുതലും യെസ് ഇടുങ്ങി തിങ്ങി ആയിരിക്കും കഴിയുന്നത്, ഓവർ ക്രൗഡിങ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് ഈസ് മാൽ ന്യൂട്രീഷൻ, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ മക്കളെ നിങ്ങൾ കൊമൈറ്റ്സ്, എന്താണ് ഈ കൊമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ഉപയോഗിച്ച വസ്തുക്കൾ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് ഒരു പേഷ്യന്റിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിച്ച വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. അങ്ങനെയാണ് പൊതുവെ എല്ലാ ഇൻഫെക്ഷൻസിലും. പക്ഷെ ടി ബി ഇസ് ആൻ എക്സെപ്ഷൻ. പാർക്കിൽ പ്രത്യേകം പറയുന്നുണ്ട് ടി ബി ഇസ് നോട്ട് ഗെറ്റിംഗ് ട്രാൻസ്മിറ്റഡ് ത്രൂ കൊമൈറ്റ്സ്. കൊമൈറ്റ്സ് വഴി ഒരിക്കലും ടി ബി പകരുവാൻ പോകുന്നില്ല. സോ ദിസ് ആൻസർ ഇസ് ഓപ്ഷൻ B. So what is answer? Option B, that is for ice. Okay. So all these are risk factors. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സിനകത്ത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് കൊമൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ക്ലിയർ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ടി ബിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഫാക്ട്സ് അബൌട്ട് ടി ബി മറക്കരുത്. പോസിറ്റീവ് ഏജന്റ് ഓഫ് ടി ബി മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. ഇത് കണ്ടുപിടിച്ച അപ്പച്ചന്റെ പേരാണ് റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് കോച്ച് ബാസിലൈ. കോച്ചിന്റെ ബാസിലൈ നമ്മൾ പറയും, കോച്ച് ബാസിലൈ. ഈ ബാക്ടീരിയത്തിനെ വിളിക്കുന്ന പേര് കോച്ച് ബാസിലൈ എന്നും ടി ബിനെ വിളിക്കുന്ന പേര് കോച്ച് ഡിസീസ് എന്നും ഒന്നും. അപ്പൊ കോച്ചിന്റെ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന, കോച്ച് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ്? ഇറ്റ് ഈസ് ട്യൂബർകുലോസിസ്. കാരണം എന്താ? കോച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, റോബർട്ട് കോച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. സോ വാട്ട് ഈസ് ദി അതർ നെയിം ഫോർ ടി ബി? ടി ബി ഈസ് ഓൾസോ നോൺ ആസ് കോച്ച് ഡിസീസ്. കോച്ച് ഡിസീസ്. അടുത്തത്, ഒരു ടി ബി ബാക്ടീരിയം ജനറേറ്റ് ചെയ്യാൻ, ഒരു ബാക്ടീരിയത്തിൽ നിന്നും അടുത്ത ബാക്ടീരിയ ഉണ്ടാകാൻ എത്ര സമയം എടുക്കും? ഇറ്റ് ടേക്സ് അറൌണ്ട് 20 hours. 20 hours is very good. It is this 20 hours, it is the generation time of your TB bacilli. And this is very, very, very important point. അതായത് നമ്മള് ഇപ്പൊ എനിക്ക് ടി ബി ഉണ്ട്, ഞാൻ കാർപ്പിച്ച് പുറത്തേക്ക് തുപ്പുകയാണ്. അങ്ങനെ തുപ്പുന്ന കഫത്തിനകത്ത്, സ്പ്യൂട്ടത്തിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും? ഈ ടി ബി ബാക്ടീരിയ ഉണ്ടായിരിക്കും. അത് എത്ര നേരം ജീവനോട് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബാക്ടീരിയ വിൽ റിമെയിൻ ഇൻ ദ സ്പ്യൂട്ടം ഫോർ 24 hours അല്ലെങ്കിൽ 1 day. ഒരു ദിവസം അല്ലെങ്കിൽ 24 hours വരെ ജീവനോടെ നിൽക്കും. പക്ഷേ ഞാൻ ഇവിടെ കിടന്ന് ചുമയ്ക്കുകയാണ്. ചുമയ്ക്കുമ്പം എന്റെ ശ്വാസകോശത്തിൽ നിന്നും ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റുകൾ പുറത്തേക്ക് പോകും. ഈ ഡ്രോപ്ലെറ്റിനകത്തിൽ എത്ര നാൾ ഇത് വസിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ദിവസം വരെ ഡ്രോപ്ലെറ്റിനുള്ളിലെ അന്തരീക്ഷത്തിൽ കാണും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ടി ബി ഉള്ളവരെ മാസ്ക് ധരിച്ച് പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ടി ബി ഉള്ളവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടി ബി ഉള്ളവരുടെ പരിസരത്തേക്ക് പോകുമ്പോൾ പോലും നമ്മൾ എന്താ ധരിക്കണം എന്ന് പറയുന്നത്? മാസ്ക് ധരിക്കണം. കാരണം ദിസ് ബാക്ടീരിയ ക്യാൻ റിമൈൻ ഇൻ ദ സ്പ്യൂട്ടം ഫോർ 24 hours. That is 1 day, or it can remain in this droplet nuclei for 10 days. അപ്പം എഴുതിയെടുക്കാത്തൊരു വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോവാം. നെക്സ്റ്റ്, ഇത് ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അത് ചോദിച്ചതാണ്. ടി ബി ഈസ് എ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ ഇൻ ഇന്ത്യ. വളരെ അർത്ഥവത്തായ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ നാട്ടിലെ സോഷ്യൽ വെൽഫെയർ എത്രത്തോളമാണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബാരോമീറ്റർ ആണ് ടി ബി. കാരണം എന്താ? ടി ബി ടിപ്പിക്കലി വരുന്നത് എവിടെയാണ്? നമുക്ക് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കുറയുമ്പോൾ, നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ശരിയാവാത്തപ്പോൾ. ഇപ്പൊ ടി ബി ഒരു നാട്ടിൽ ഒരുപാട് വ്യാപകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി പോരാ, ആ നാട്ടിലുള്ള ആളുകളുടെ ജീവിത ശൈലി പോരാ, അവർക്ക് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആയിരിക്കും, അവർക്ക് എഡ്യൂക്കേഷൻ പോരാ, ഹൈജീൻ പോരാ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ഡിസീസ് ആണ് ടി ബി. ആക്ച്വലി ഇറ്റ് ഇസ് എ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ. നൗ യു ടെൽ മീ വെൻ ഇസ് ദ വേൾഡ് ടി ബി ഡേ? വേൾഡ് ടി ബി ഡേ എന്നാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് ദിസ്. Yes, 24th March. Very good. 24th March is the വേൾഡ് ടി ബി ഡേ. കാരണം നമ്മുടെ ആനുവൽ ടി ബി റിപ്പോർട്ട്, നമ്മുടെ ഇന്ത്യയുടെ ആനുവൽ ടി ബി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് March 24-നാണ്. ദാറ്റ് ഇസ് വേൾഡ് ടി ബി ഡേ എന്നാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ആനുവൽ ടി ബി റിപ്പോർട്ട് ഇസ് ഡിക്ലെയർഡ് or it is given at this date of March 24. And very very important question. TB was declared as a global emergency by WHO. WHO TB നെ ഒരു എമർജൻസി എന്ന് പറഞ്ഞ വർഷം it was declared as a global emergency in the year 1983. Very good, 1983.
ഇനി ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഇപ്പോൾ വളരെ കുറവാണ്. RNDCP ഡയഗ്നോസിസ് ഓഫ് ടി ബി പണ്ട് നമ്മൾ ചെയ്തിരുന്നതാണ്. RNDCP ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. ഇറ്റ് ഈസ് റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ഇത് എങ്ങനെയാണ് ഇവർ പറയുന്നത് ടി ബി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNDCP പറഞ്ഞതും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടെക്നിക്കാണ്. ഇറ്റ് ഈസ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. സീൽ നീൽസൺ സ്റ്റെയിനിങ്. Okay, and very important point, which is the most common opportunistic infection in HIV patients. HIV രോഗികളിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ഏതാണ്? ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് which is the most common opportunistic infections in India. Answer is H. It is your TB ആണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ HIV രോഗികളിൽ വരുന്ന ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഇൻ വേൾഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ട്യൂബർകുലോസിസ്. Can anyone tell me which is the most common opportunistic infection in this world? വേൾഡില് HIV രോഗികളിൽ ഏറ്റവും കോമൺ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് ന്യൂമോസിസ്റ്റിസ് കരൈനി ന്യൂമോണിയ. മറക്കരുത്, ന്യൂമോസിസ്റ്റിസ് കരൈനി ന്യൂമോണിയ. ഇതൊരു ന്യൂമോണിയാണ്. ഇതൊരു തരം പ്രത്യേക ഓർഗാനിസം ആണ്. ഫംഗസ് ആയിട്ടും കണക്കാക്കിയിട്ടുണ്ട്. ചിലവർ ഇതിനെ പാരസൈറ്റ് ആയിട്ടും പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ന്യൂമോസിസ്റ്റിസ് കരൈനി. But the most common opportunistic infection in HIV patients of India is tuberculosis, whereas most common opportunistic infection in this, yes, in India, it is tuberculosis. In worldwide, it is pneumocystis carinii pneumonia. Okay, hope this is very clear. അപ്പൊ എഴുതിയെടുക്കാത്തവര് മക്കളെ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഞാൻ എന്റെ ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ ഇനി എന്താ പറയാ, അത്രത്തോളം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇത് കാരണം ഇതിൽ നിന്ന് കുറെ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? യെസ്, വെരി ഗുഡ് ഓൾ ഓഫ് യു. ദിസ് ആൻസർ ഇസ് ഇറ്റ് ഇസ് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് അറ്റ് ബാംഗ്ലൂർ. സോ ബാംഗ്ലൂരിലാണ് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ ഉദ്ദേശം ന്യൂഡൽഹിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? LRS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. സോ ന്യൂഡൽഹിയിലാണ് LRS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ്. ബാംഗ്ലൂരിലാണ് ദിസ് നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഓക്കെ, NTBI. ഞാൻ സമയം ഇല്ലാത്ത നിങ്ങൾ ചുരുക്കി എഴുതുന്നു. ദിസ് NTB, നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ചെന്നൈ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ചെന്നൈ? ചെന്നൈയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? TB. യെസ്, വെരി ഗുഡ്. TB, വെരി ഗുഡ് ഹാദിയ. ഇറ്റ് ഈസ് TB റിസർച്ച് സെന്റർ. TB റിസർച്ച് സെന്റർ അറ്റ് ചെന്നൈ. ഇത് മൂന്നും മക്കളെ മറക്കരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത് മൂന്നും ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് കാണിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യയുടെ മാപ്പൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് മൂന്നെങ്കിലും ഓർത്തിരിക്കുക. LRS ഇൻസ്റ്റിറ്റ്യൂട്ട്, യുവർ നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് TB റിസർച്ച് സെന്റർ. Okay, so with that we are moving to, yes, this TB institutes of importance in India: National TB Institute Bangalore, TB Research Center Chennai, LRS Institute of TB and Respiratory Disease, it is New Delhi. Okay, next, third question. Decrease in which of the following parameters indicate the decrease in TB problem in India? Decrease in which of these following parameters, so it indicates this decrease in TB problem in India. Okay, this is a very important question. Okay, then you may get in your exam. Okay, very good, Shyam, Maria, Sangeeta, Manu, Sona. Yes, very good, all of you. Excellent. The answer is incidence of infection. Don't worry, അറിയാത്തവർ don't worry. We will be studying it soon. ഇതെങ്ങനെയാണ് പഠിക്കുന്നത് നോക്കുന്ന എളുപ്പത്തിൽ നോക്കാം. മക്കളെ, ഇതാണ് ദിസ് ഇസ് ദ സമ്മറി ഓഫ് എപ്പിഡമിയോളജിക്കൽ ഇൻഡിസസ്. എന്റെ മുൻപിൽ ഇരിക്കുന്ന എല്ലാവരും, ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്. അതായത് നമ്മുടെ TBയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ട 4 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ, പ്രിവലൻസ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, പ്രിവലൻസ് ഓഫ് ഡിസീസ്. ഒന്നുകൂടെ, ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ, പ്രിവലൻസ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, പ്രിവലൻസ് ഓഫ് ഡിസീസ്. എന്താ മക്കളെ ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ? ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചില സമയത്ത് അവർ ചോദിക്കുന്നത് ആനുവൽ റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആനുവൽ റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച്. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്ന എന്ത് വെച്ചിട്ടാണ്? ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ്. എന്താ ഈ ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ്? നേരത്തെ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നവര് ഇപ്പോൾ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അങ്ങനെ എത്ര പേര് നെഗറ്റീവ് ആയത് പോസിറ്റീവ് ആവുന്നു? അതിന് പറയുന്നതാണ് കൺവേർഷൻ ഇൻഡെക്സ്.
ഇനി പ്രിവലൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിവലൻസ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, ഇൻഫെക്ഷൻ എന്നല്ല ഡിസീസ് എന്നാണ് ചോദ്യം, അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ. ആ നാട്ടിലുള്ളവരുടെ സ്പ്യൂട്ടം സ്മിയർ എടുത്ത് നോക്കുക. സ്പ്യൂട്ടം സ്മിയർ പോസിറ്റീവ് ആയിട്ടുള്ളവരെല്ലാവരും ഡിസീസ് ഉള്ളവരാണെന്ന് മനസ്സിലാക്കും. ഓക്കെ. എന്നാൽ പ്രിവലൻസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാലോ, പ്രിവലൻസ് ഓഫ് ഡിസീസ് കണ്ടുപിടിക്കാൻ സ്പ്യൂട്ടം സ്മിയർ ഈസ് ഡൺ റാൻഡംലി. നമ്മൾ ആ നാട്ടില് തോന്നുന്നവരെ, കണ്ണിൽ കാണുന്നവരെ എല്ലാരെയും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പ്യൂട്ടം സ്മിയർ ചെയ്യിക്കുക. അതിനകത്തിൽ ആരൊക്കെയാണോ പോസിറ്റീവായിട്ട് വരുന്നത് അപ്പം നമുക്ക് പറയാം ഇവിടെ നമുക്ക് പ്രിവലൻസ് ഓഫ് ഡിസീസ് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ 4 ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒറ്റ വാക്ക് വെച്ച് പഠിച്ചാൽ മതി. ഞാൻ ഈ ക്യൂ ഇടുന്ന വാക്കുകളെല്ലാം പഠിച്ചോണം. ഇതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പരീക്ഷ പേപ്പറിൽ. ഓക്കെ. സോ വൺസ് അഗൈൻ, ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ ട്യൂബർക്കുലിൻ കൺവേർഷൻ ഇൻഡെക്സ് ഉപയോഗിക്കുന്നു. പ്രിവലൻസ് കണ്ടുപിടിക്കാൻ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഇൻസിഡൻസ് ഓഫ് ഡിസീസ് കണ്ടുപിടിക്കാൻ സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നു. പ്രിവലൻസ് ഓഫ് ഡിസീസ് കണ്ടുപിടിക്കാൻ സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ ഡൂയിങ് റാൻഡംലി, റാൻഡം ആയിട്ട് ചെയ്യണം. സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ ഡൂയിങ് റാൻഡംലി. ഇനി ഇതിനകത്തിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷനെ പറ്റി ഇത്രയും പോയിന്റുകൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇത്രയും പോയിന്റുകൾ കാണാൻ പഠിച്ചിരിക്കണം. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നത്. ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആണ് ARI എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ എത്ര? 1.5%. 1.5%. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ 1% ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആനുവൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നാട്ടിലെ 1,00,000 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേർക്ക് സ്പ്യൂട്ടം പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ആ നാട്ടിലെ 1,00,000 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേർക്ക് സ്പ്യൂട്ടം പോസിറ്റീവ് ആണ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1% ARI എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എഴുതിയേക്കാം. എന്താ 1% ARI? I will be writing it over here. 1% of ARI means there is 50 sputum positive cases. എത്ര? In 1 lakh. In 1 lakh general population. 1,00,000 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ആ 1,00,000-ല് 50 പേര് പോസിറ്റീവ് ആകും. ഇപ്പം ARI-യുടെ പെർസെന്റേജ് 1 ആണെങ്കിൽ 1% ARI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ 50 പേരും TB-ക്ക് പോസിറ്റീവ് ആയിരിക്കും. അതാണ് 1% ARI. പക്ഷെ നമ്മൾ ഇന്ത്യയിലെ 1-ലും മുകളിലാണ്. എത്രയാണ്? ഇറ്റ് ഈസ് 1.5%. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ട്യൂബർക്കുലിൻ കൺവേർഷൻ ഇൻഡെക്സ് ആണ്. നമ്മൾ പറഞ്ഞു ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നവര് എത്ര പേര് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത്? അവിടെയാണ് ട്യൂബർക്കുലിൻ കൺവേർഷൻ ഇൻഡെക്സ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അറ്റാക്കിംഗ് ഫോഴ്സ് ഓഫ് TB ഇൻ എ കമ്മ്യൂണിറ്റി. കുറെ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ TB-യുടെ അറ്റാക്കിംഗ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതേപോലെ തന്നെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് TB പ്രോബ്ലം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എത്രത്തോളം TB പ്രോബ്ലം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 പോയിന്റുകളും മറക്കരുത്. ഇത് 2 പോയിന്റുകളും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് TB അൺഅഫക്റ്റഡ് ബൈ കറന്റ് കൺട്രോൾ മെഷേഴ്സ്. നമ്മുടെ ഇപ്പോഴത്തെ കൺട്രോൾ മെഷേഴ്സ് ബാധിക്കാത്ത TB-യുടെ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇത്രയും അറിവ് വെച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി ഒന്നുകൂടെ നോക്കുകയും നമ്മൾ ചോദിച്ചിരിക്കുന്ന which indicate the decrease in TB problem. Which is the decrease in TB problem? So the answer is incidence of infection. ഞാൻ പറഞ്ഞു. So attacking force of TB in a community, magnitude of TB problem. ഇതെല്ലാം പറയുന്നത് ഏത് ഫാക്ടർ ആണ്? ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ. Is that clear? Yes or no? Okay, very good. Now, so give me the answer for this next question. Which of these following is not false about annual risk of TB? Which of these following is not false about annual risk of TB? Not false എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ഈ നോട്ട് ഫാൾസ്? നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. ട്രൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ട്രൂ. തെറ്റല്ലാത്തത് എന്ന് പറഞ്ഞാൽ ശരി ഉത്തരം ഏതെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് ശരിയായത് ഏത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി വെച്ചത്. യെസ്, ഗിവ് മീ ദി ആൻസേഴ്സ് വെരി ക്വിക്ലി. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. Which of these following is true about the annual risk of TB? Yes, very good. Maria, Stalia, Anshima, Krishnendu, Manu, Alfina, Gayatri, Fatima, Anju, yes, Jodi, Shyam,
ഗ്രീസ്മ, ബിൻസി. യെസ്, വെരി ഗുഡ് ഓൺ ഓഫ് യു. ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദ ആൻസർ ഇസ് ഡി. അങ്ങനെ നമുക്ക് നോക്കാം. ARI ഓഫ് 1% ഇസ് ഈക്വൽ ടു 75 ന്യൂ കേസസ്. ശരിയാണോ? തെറ്റാണ്. 50 ന്യൂ കേസസ് ആണ് ARI ഓഫ് 1%. ഇപ്പം പറഞ്ഞ കൃത്യതയേ ഉള്ളൂ. കറന്റ് ARI ഓഫ് ഇന്ത്യ ഇസ് 1.7%. തെറ്റാണ്. 1.5% ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ഓൾ ദ കേസസ് ഓഫ് TB. ഒരിക്കലും അല്ല. ആനുവൽ റിസ്ക് ഓഫ് TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻസിഡൻസ് വെച്ചിട്ടാണ്. ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഇൻസിഡൻസ് ഒരിക്കലും എന്ത് വരില്ല? ഓൾഡ് കേസ് വരത്തില്ല. ഇൻസിഡൻസ് എപ്പോഴും ന്യൂ കേസേ വരത്തുള്ളൂ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് അസസ്ഡ് ബൈ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് അസസ്ഡ് ബൈ ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ് എന്നാണ്. ട്യൂബർകുലിൻ കൺവേർഷൻ ഇൻഡെക്സ്. Is that clear? So this answer is option D. I hope this is very, very clear. Okay. Number 5. Incidence of TB in a community is measured by. Incidence of TB in a community. Incidence of TB in a community. Yes. Very good, Maria, Shyam, Ammu, Akhil, Ragi, Rajana, Vinci, Salia, Anatha, yes, Anju, Sharanya, Sumaya, Anas. Yes, very good. All of you answer is sputum smear. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. മകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. TB എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡിസീസ്. ഡിസീസ് എന്നാണ്, നോട്ട് ഇൻഫെക്ഷൻ. സോ അപ്പൊ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പഠിച്ചു നിർത്തിയുള്ളൂ. ഇൻസിഡൻസ് ഓഫ് ഡിസീസ് എങ്ങനെയാണ് വിളിക്കുന്നത്? ഇൻസിഡൻസ് ഓഫ് ഡിസീസ് സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ അല്ലേ? ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ. സോ യുവർ ആൻസർ വിൽ ബി, ആൻസർ ഏതായിരിക്കും? സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. So option A is the answer. Very good. So this sputum smear. Incidence of TB disease in a community is measured by sputum smear. Okay. Tuberculin test വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രിവാലൻസ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ? പ്രിവാലൻസ് ഓഫ് ഇൻഫെക്ഷൻ. മാൻഡോ ഉപയോഗിച്ചിട്ട്, മാൻഡോ എന്ന് പറഞ്ഞ ഒരു തരം ട്യൂബർകുലിൻ ടെസ്റ്റ് ആണ്. അപ്പൊ മാൻഡോ ഉപയോഗിച്ചിട്ടും പ്രിവലൻസ് ഓഫ് ഇൻഫെക്ഷൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഹോപ്പ് ദിസ് ഇസ് വെരി, വെരി ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പ്യൂട്ടം പോസിറ്റീവ് TB ഈസ്. എന്താണ് ഒരു സ്പ്യൂട്ടം പോസിറ്റീവ് TB? Again, this is a very important question. It's very good, Shyam. Very good, Anjima, Manu, Ahalya, Rachana. Yes, Anjana, Aditya. Yes, the answer is 1 out of 2 sputum sample is positive. അപ്പൊ ഇത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് സപ്പോസ് എ പേഷ്യന്റ് ഈസ് ഹാവിംഗ് TB. യു ആർ സസ്പെക്ടിങ് TB. അതിനെ നമ്മൾ എന്താ പറയാ? പ്രിസംപ്റ്റീവ് TB ആണെന്ന് സംശയിക്കുന്നത്. പ്രിസംപ്റ്റീവ് TB. ഇങ്ങനെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ TB ആണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഏതാണ്? വാട്ട് ഇസ് ദ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ TB? TBക്ക് ഉപയോഗിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഇറ്റ് ഈസ് യുവർ, യെസ്, വെരി ഗുഡ്, ഇറ്റ് ഈസ് യുവർ സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ. നമ്മൾ സ്പ്യൂട്ടം സ്മിയർ ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ സ്പ്യൂട്ടം സ്മിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കഫ പരിശോധന ചെയ്യണം. അപ്പൊ എത്ര സാമ്പിൾ എടുക്കും? 2 സാമ്പിൾസ് എടുക്കും. അപ്പൊ യു വിൽ ബി ടേക്കിംഗ് 2 സാമ്പിൾസ്. നമ്മൾ പറയുന്നത് 2 ഏർലി മോർണിംഗ് സാമ്പിൾ ആണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 സ്പോട്ട് സാമ്പിൾ എടുക്കുക. അപ്പം പേഷ്യന്റ് പറയണേ ഞാനങ്ങൾ ദൂരെ നിന്ന് വരികയാണ്, ഞാൻ ഇപ്പം സാമ്പിൾ 2 തന്നിട്ട് വന്നാണെങ്കിൽ ഇപ്പൊ ഒരു സാമ്പിൾ എടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത സാമ്പിൾ എടുക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഇപ്പം കൊടുത്തിട്ട് നാളെ രാവിലെ വന്ന് അടുത്ത സാമ്പിൾ തരാം. 2 സാമ്പിൾ എടുക്കണം. ഈ 2 സാമ്പിളില് ഏതെങ്കിലും ഒരെണ്ണം 1 ഔട്ട് ഓഫ് 2 പോസിറ്റീവ് ആയാലും മതി. 1 ഔട്ട് ഓഫ് 2 പോസിറ്റീവ് ആയാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹി ഈസ് ഹാവിംഗ് TB. ഇതിനെ നമ്മൾ സ്പ്യൂട്ടം പോസിറ്റീവ് TB എന്ന് പറയാം. ദിസ് ഇസ് കോൾഡ് ആസ് സ്പ്യൂട്ടം പോസിറ്റീവ് TB. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പ്യൂട്ടം, 2ഉം പോസിറ്റീവ് ആണെന്ന് നിർബന്ധമില്ല, എങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സാമ്പിൾ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാമ്പിൾ എന്തിനാ നമ്മൾ ഉപയോഗിക്കും? എന്തിനായിരിക്കും 2 സാമ്പിൾ എടുക്കുന്നത്? ഒരു സാമ്പിള് സ്പ്യൂട്ടം നോക്കാൻ ഉപയോഗിക്കും. അതായത് സ്പ്യൂട്ടം AFB ആസിഡ് ഫാസ്റ്റ് ബാസിലെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കും. സ്പ്യൂട്ടം സ്റ്റെയിൻ ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ ചെയ്യും. അടുത്ത ഏതാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്? ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആഫ്റ്റർ ദി സ്ക്രീനിങ് ടെസ്റ്റ്? സ്ക്രീനിങ് ചെയ്തതിന് ശേഷം, യെസ്, വെരി ഗുഡ് പ്രിൻസി, വെരി ഗുഡ് മനു. സോ ഇറ്റ് ഇസ് ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് യുവർ TB ലാറ്റ്. സോ യുവർ
കൺഫർമേറ്ററി ടെസ്റ്റ്. നമ്മുടെ സ്പ്യൂട്ടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. നമ്മൾ കൺഫർമേഷൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ഹാവ് ടു ഡു CB നെറ്റ്. അപ്പൊ CB നെറ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ സാമ്പിൾ എടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ രണ്ട് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു സാമ്പിൾ നമ്മൾ സ്പ്യൂട്ടം സ്മിയർ ചെയ്യും. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ ഉറപ്പിക്കാൻ എന്ത് ചെയ്യും? സെക്കൻഡ് ടെസ്റ്റ് സ്റ്റെപ്പായിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് യു വിൽ ബി ഡൂയിങ് CB നെറ്റ്. ദിസ് ഇസ് വെരി വെരി ക്ലിയർ. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു നല്ല സ്പ്യൂട്ടം സാമ്പിളിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗുഡ് സ്പ്യൂട്ടം സ്പെസിമൻ. ഓക്കെ, വേറെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് സ്പ്യൂട്ടം സ്പെസിമൻ. ഒരു നല്ല സ്പ്യൂട്ടം സ്പെസിമൻ 5 ml മുകളിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റ് കാർക്കിച്ച് തുപ്പിയതായിരിക്കണം. അല്ല പേഷ്യന്റെ പുറത്തിടിച്ച് അണ്ണാക്കി കൈയിട്ട് കറുപ്പിച്ചൊന്നും എടുത്തതായിരിക്കരുത്. സ്പ്യൂട്ടം ഷുഡ് ബി എക്സ്പെക്ടറേറ്റ്. അത് മ്യൂക്കോൾഡ് ആയിരിക്കണം. മ്യൂക്കോൾഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നല്ല വെളുത്ത് കട്ടിക്കിരിക്കണം, അല്ലെങ്കിൽ മഞ്ഞ പോലെ മഞ്ഞ നിറത്തിൽ കട്ടിക്കിരിക്കണം, അല്ലെങ്കിൽ മഞ്ഞയും വെളുപ്പം നിറഞ്ഞായിരിക്കണം. ഒരു കാരണവശാലും വെള്ളം ആവാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലിക്വിഡ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഷുഡ് നോട്ട് ബി ലിക്വിഡ്. ഒരു കാരണവശാലും വെള്ളം പോലെ ഇരിക്കുന്ന സ്പ്യൂട്ടം ആകരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയനെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഹിമോപ്റ്റൈസിസും വരാം. രക്തം ഉള്ളതാണെങ്കിലും ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി ലെസ് ദാൻ 10% സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽ. നമ്മൾ എടുക്കുന്ന സ്പ്യൂട്ടത്തിൽ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ലിന്റെ എണ്ണം 10% താഴെ ആയിരിക്കണം. ഷുഡ് ബി ലെസ് ദാൻ 10% സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽ. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഇത് ചെക്ക് ചെയ്തിരിക്കണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. സ്പ്യൂട്ടം കളക്ട് ചെയ്ത് എത്ര നേരത്തിനുള്ളിൽ നമ്മൾ അത് ചെക്ക് ചെയ്യണം? 24 hours. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാം? പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറയാം. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ വാട്ട് ഈസ് ദി reporting time? So this reporting time is less than 24 hours. Next, very important question. Sputum AFB staining of a TB patient showed 80 acid-fast bacilli per 100 high power field. 100 per 100 high power field. This grading of smear is best described as. The grading of smear is best described as. Yes, very good. Very good, Srihari. Very good, Atulya, Ahalya, Asna, Shyam, Megha, Arya, Anjima, Sumaya, Vinaya, etc. Very good. The answer is 1+. അപ്പൊ നിങ്ങൾ ഇത് എന്താണ്? ഇതാണ് നമ്മുടെ WHO സ്കെയിലിംഗ് അല്ലെങ്കിൽ WHO ഗ്രേഡിംഗ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് സ്ലൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത്? സോ ദിസ് ഇസ് ബേസിക്കലി യുവർ WHO സ്കെയിൽ. നമ്മൾ ചെയ്യുന്നത് സ്പ്യൂട്ടം എടുത്തിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കും. മൈക്രോസ്കോപ്പിൽ 100x പവറിൽ വേണം നോക്കാൻ. 100x പവറിനെ വിളിക്കുന്ന പേരാണ് ഹൈ പവർ ഫീൽഡ്. 100x പവറിനെ പറയുന്ന പേരാണ് ഒരു ഹൈ പവർ ഫീൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഓയിൽ ഇമേർഷൻ ഫീൽഡ് എന്ന് പറയാം. എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ഒരു ഹൈ പവർ ഫീൽഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓയിൽ ഇമേർഷൻ ഫീൽഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ 1 ലെങ്ത് ആയിരിക്കും. എല്ലാം സെയിം ആണ്. അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ഓൺ സ്ലൈഡ്. സ്ലൈഡിലെ 2 സെന്റിമീറ്റർ നീളമാണ് ഒരു ഹൈ പവർ ഫീൽഡ്. അപ്പം ഇതാണ് ആ ഗ്രേഡിങ്. ഈ ഗ്രേഡിങ് നന്നായിട്ട് വായിക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് റീഡ് അറ്റ് യുവർ ഹോം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ 80 ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഉണ്ട്, 100 ഹൈ പവർ ഫീൽഡ്. 100 ഹൈ പവർ ഫീൽഡ് നോക്കിയപ്പോൾ അതിനകത്ത് 80 ഉണ്ട്. അപ്പൊ 80 ഏത് റേഞ്ചിലാണ് വരുന്നത്? 80 വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 10 to 99 റേഞ്ചിലാണ് 80 വരുന്നത്. സോ അപ്പൊ എത്രയാണ് ഗ്രേഡ്? ഗ്രേഡ് ഈസ് 1+. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ പഠിക്കുന്ന പരീക്ഷയ്ക്ക് പോകാതെ സ്പീക്കർ ഗ്രേഡിംഗ്. ഓക്കെ, സോ ദിസ് ആൻസർ ഈസ് 1+. സ്കാൻറ്റി എന്ന് പറയണമെങ്കിൽ എത്ര ആയിരിക്കണം? സ്കാൻറ്റി ഈസ് 1 to 9 ആസിഡ് ഫാസ്റ്റ് ബാസിലെ per 100 high power field. Okay, yes. So with that, we are moving to this next question. For sputum smear to come positive on seal Nielsen staining, there should be minimum. ഇത് കുറെ തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. സോണിയ, മറിയ, മനു, കൃഷ്ണേന്ദു, അഖിൽ, ജിബിൻ, ഹാദിയ, ആര്യ, ശ്യാം കൃഷ്ണൻ, Anas, Srihari. Yes, very good, all of you. This answer is 10,000 bacilli per ml of sputum. മക്കളെ മറക്കരുത്. നമ്മൾ പലപ്പോഴും സീൽ നീൽസൺ സ്റ്റെയിനിങ്ങിനകത്ത് ഒരാൾക്ക് സ്പ്യൂട്ടം പോസിറ്റിവിറ്റി, ഇങ്ങനെയും ചോദിക്കാൻ പരീക്ഷയ്ക്ക്. സ്പ്യൂട്ടം പോസിറ്റിവിറ്റി എന്നാൽ എന്ത്? സ്പ്യൂട്ടം പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്യൂട്ടം പോസിറ്റിവിറ്റി is defined as, so when you are having
സ്പ്യൂട്ടം പോസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാവിംഗ് മോർ ദാൻ 10,000 ബാസിലൈ പെർ ml ഓഫ് സ്പ്യൂട്ടം. ഒരു ml സ്പ്യൂട്ടം എടുക്കുമ്പോൾ മോർ ദാൻ 10,000 ബാസിലൈ കിട്ടണം. യു ഷുഡ് ബി ഹാവിംഗ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 10,000 ബാസിലൈ എങ്കിലും ഒരു ml വേണം, എന്നാലേ സ്പ്യൂട്ടം പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. Next, tuberculin test is a cheap and easily available test. In which of the following situations there is high failure in interpretation of result? Again, it is a previous year question. Question വായിച്ചു നോക്കാം. Which of the following situations there is high failure of interpretation of results? ഏറ്റവും കൂടുതൽ, അതായത് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. പക്ഷെ ആ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഫെയിലുവർ വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്താണെന്നൊന്ന് പറയാം. യെസ്, ഓക്കെ, കുറെ പേര് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഗായത്രി, സലിയ, ഹദിയ, രചന, യെസ്, കൃഷ്ണേന്ദു, അൽഫിന, ഫാത്തിമ, അനസ്, അഞ്ജന, യെസ്, വെരി ഗുഡ്. ശ്രീഹരി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആൻസറിലേക്ക് എങ്ങനെ എത്തുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ജസ്റ്റ് തിയറി ഒന്ന് കണ്ടിട്ട് വരാം. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെസ്റ്റ് ആണ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. ഒരു കാരണവശാലും മറക്കരുത്. നമ്മുടെ നാട്ടില് സിറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. TB-ക്കുള്ള ഒരു ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത, ഇതൊരു പന്ന ടെസ്റ്റ് ആണെന്നാണ് ഞാൻ പറയാം. വൈ? ബിക്കോസ് ഇതിന്റെ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി വളരെ കുറവാണ്. ലോ സെൻസിറ്റിവിറ്റി, ലോ സ്പെസിഫിസിറ്റി, അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ സിറോളജിക്കൽ ടെസ്റ്റ്. സിറോളജിക്കൽ ടെസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. IGRA, ഇന്റർഫെറോൺ ഗാമ റിലീസ് ആസിഡ്, രണ്ടാമത്തത് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. ഇങ്ങനെ രണ്ട് ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. ഈ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. മാൻഡോ രൂപത്തിൽ ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്യാം, ചിനിയുടെ രൂപത്തിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ഹീഫോ ചിനിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ മാൻഡോ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാൻഡോ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തെറ്റിപ്പോകാൻ അതിന് വേണ്ടിയാണ് ഇനി പറഞ്ഞത്. ഈ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റിൽ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. നമ്മൾ 0.1 ml ആയിട്ടുള്ള PPD-RT-23 ഇതാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് പേഷ്യന്റിന്റെ കയ്യിൽ. സപ്പോസ് ദിസ് ഇസ് ദി കൈ, പേഷ്യന്റിന്റെ കൈയാണ്. ഇതിപ്പോ മായാവിയുടെ വടി പോലെ ഇരിക്കുന്ന കൈ പോലെ സങ്കല്പിക്കുക. ഇവിടെയായിട്ട് ഫോറാമില് കൈയുടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്രത്തോളം തടിച്ചു വരുന്നുണ്ട്. സോ യു ഷുഡ് ബി മെഷറിംഗ് ദിസ് ഇൻഡ്യൂറേഷൻ. ഇൻഡ്യൂറേഷൻ മെഷർ ചെയ്യുക, മനസ്സിലായ? ഇൻഡ്യൂറേഷൻ ഇസ് മെഷർ. അപ്പൊ നമ്മൾ ട്യൂബർക്കുലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അവിടെ എത്രത്തോളം വീർത്ത് വരുന്നു എന്ന് നോക്കുക. അത് 10 മില്ലിമീറ്ററിൽ കൂടുതൽ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പേഷ്യന്റിന് TB ഉണ്ടെന്നാണ് അർത്ഥം. എന്നാൽ ഒരു 6 to 9 മില്ലിമീറ്റർ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ TB കാണാതിരിക്കാം, ഡൗട്ട്ഫുൾ എന്നാണ് അർത്ഥം. 6-ന് താഴെയാണെങ്കിൽ ആൾക്ക് TB ഇല്ലെന്നാണ് അർത്ഥം. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. TB ഇല്ലെന്ന് ഉറപ്പിക്കാം 6-ന് താഴെയാണെങ്കിൽ. പക്ഷേ ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ടെസ്റ്റ് ഇറ്റ് വിൽ ഗിവ് ഫാൾസ് പോസിറ്റീവ്. എന്താ ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ്? TB ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഫാൾസ് പോസിറ്റീവ് മാൻഡോ. ഇനി TB ഉണ്ടായിട്ടും ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഫാൾസ് നെഗറ്റീവ് മാൻഡോ. അപ്പോൾ ദിസ് ടേബിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു സ്ക്രീൻഷോട്ട് എല്ലാവരും ഒന്ന് എടുത്ത് പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. നമ്മുടെ നോർമൽ സ്റ്റുഡൻസിന് ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്, പവർ പോയിന്റിൽ ഉള്ളതാണ്. സോ നിങ്ങൾ വേണ്ട. സോ ദിസ് ഫ്രഷേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. യു ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇതൊരു മസ്റ്റ് നോ ടേബിൾ ആണ് ഫോർ യുവർ എക്സാം. അതായത് TB ഉണ്ടായിട്ടും ഫാൾസ് പോസിറ്റീവ് ഇല്ലാഞ്ഞിട്ടും TB ഉണ്ടെന്ന് കാണിക്കുന്നത് എപ്പോഴാണ്? പ്രിയർ BCG വാക്സിൻ. ഈ ഒരു പോയിന്റ് മറക്കരുത്. അതായത് നിങ്ങൾ BCG വാക്സിൻ എടുത്തയാളാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് മാൻഡോ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മാൻഡോ പോസിറ്റീവ് ആയിട്ട് വരും. സോ മാൻഡോ വിൽ ബി പോസിറ്റീവ്. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. ഈ കണ്ടീഷൻസിന്റെ എല്ലാം പ്രത്യേകം എന്താ? ലോ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ നിങ്ങളുടെ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എങ്ങനെ ഇരിക്കും? നെഗറ്റീവ്. നിങ്ങൾക്ക് TB ഉണ്ടെങ്കിൽ പോലും ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കത്തില്ല, അത് നെഗറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അതിൽ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏത് വിഭാഗം ആളുകളിലാണ്? ഓക്കെ, ഒന്ന് നോക്കിയേ. ഹൈ പ്രിവലൻസ് ഓഫ് ഇമ്മ്യൂണൈസ്ഡ് പീപ്പിൾ. എന്താ ഇമ്മ്യൂണൈസ്ഡ് പീപ്പിൾ? BCG വാക്സിൻ എടുത്തവർ. BCG വാക്സിൻ എടുത്തവരുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഈ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ BCG വാക്സിൻ എടുത്തവരിൽ ഉറപ്പായിട്ടും ഈ ടെസ്റ്റ് എന്തായിരിക്കും?
പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ടി ബി ഉള്ളവരാണോ ടി ബി ഇല്ലാത്തവരാണോ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇൻ ദിസ് സിറ്റുവേഷൻ ദർ ഇസ് ഹൈ ഫെയിലിയർ ഇൻ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ബി സി ജി എടുത്തവരാണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു ടെസ്റ്റ് വലുതായിട്ട് വില പോകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മിക്കവരും ബി സി ജി എടുത്തവരാണ്. ഓക്കെ. പക്ഷെ എന്താണ്, അഡൽട്ടിന് പറ്റും, ചിൽഡ്രന് ഇച്ചിരി ബുദ്ധിമുട്ട്, ചിൽഡ്രന് അതിനും കിട്ടും. പക്ഷെ അപ്പൊ ബി സി ജി വാക്സിൻ എടുത്തത് കൊണ്ട് ഇത് നമുക്ക് അത്ര അങ്ങോട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. ഓക്കെ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ലെസ് നമ്പർ ഓഫ് എച്ച് ഐ വി പോസിറ്റീവ് കേസസ്, അതല്ല ഹൈ പ്രിവലൻസ് ഓഫ് ഡിസീസ്, അല്ല എൻവറോൺമെന്റൽ മൈക്രോബാക്ടീരിയ ഇൻഫെക്ഷൻസ് അല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷെ ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ, ബി സി ജി വാക്സിൻ എടുത്ത ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദിസ് ഇസ് വെരി വെരി ക്ലിയർ. അടുത്തത്, ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡയഗ്നോസിസ് ഓഫ് ടി ബി. അഗെയിൻ ഒരുപാട് തവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡയഗ്നോസിസ് ഓഫ് ടി ബി? യെസ്, വെരി ഗുഡ് സലിയ, വെരി ഗുഡ് മറിയ, ഗായത്രി, അഞ്ജന, അമ്പാടി, വെരി ഗുഡ് അശ്വിന, ശ്യാം, ശ്രീഹരി, വെരി ഗുഡ്. ദി ആൻസർ ഈസ് യുവർ സ്പ്യൂട്ടം കൾച്ചർ. മറക്കരുത്, നിങ്ങളെ തെറ്റിക്കാൻ പോകുന്ന ഞാൻ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ ഓൺലൈനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ക്ലാസ്സിൽ നിന്ന് പാടി ഇറങ്ങി പോകരുത്. അവസാനം ഞാൻ ഈ വേണ്ട പോയിന്റുകൾ എല്ലാം കൂടെ ഒറ്റ സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, മറക്കരുത്. നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി വരും സി ബി നാറ്റിലേക്ക് പോകാൻ. ഒരിക്കലും അല്ല. പണ്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്ന സി ബി നാറ്റ് ആയിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. അപ്പോൾ ഇതാണ് ടി ബിയുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഇതുകൊണ്ടാണ് നിങ്ങൾ ബാക്കി ഒന്നിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ടി ബിയുടെ ക്ലാസ് എല്ലാ കൊല്ലവും കയറി അറ്റൻഡ് ചെയ്യണം. അടുത്ത കൊല്ലം ഓക്കെ, ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ആയിരിക്കണമെന്നില്ല, വേറെ ഫാക്കൽറ്റി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ടി ബിയുടെ ക്ലാസ് നിർബന്ധമായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ഓരോ വർഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ചെയ്യും. So the answer is sputum culture. Okay. So sputum AFP staining in the this is the screening test. CBNAT, it is the diagnostic test. Diagnostic test, or it is the confirmatory test. Okay, next question. A person diagnosed with TB after 1 month of ATT, what is ATT? Anti-tubercular treatment, came for the follow-up. The adequate investigation is. Okay, ഇതും ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദിസ് ഇസ് അഗൈൻ എ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ഹാദിയ, അഞ്ജന, ശ്യാംകൃഷ്ണൻ, ജ്യോതി, അതുല്യ, ഗായത്രി, സാന്ദ്ര, സോണിയ, മറിയ, ഫാത്തിമ. യെസ്, വെരി ഗുഡ്. ദി ആൻസർ ഈസ് യുവർ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻ. ഫോളോ അപ്പിന് ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്? ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് എപ്പോഴും സ്പ്യൂട്ടം. കാരണം സപ്പോസ് എനിക്ക് ടി ബി സ്ഥിരീകരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏതാ? സി ബി നാറ്റ് ഉപയോഗിച്ച് സ്ഥിരീകരിച്ചു. സർ, സി ബി നാറ്റിന്റെ പ്രത്യേകത ടി ബി ഉണ്ടോ ഇല്ലയോ, ഇത്രയും മാത്രം പറയാനേ സി ബി നാറ്റിനെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ ടി ബി കുറഞ്ഞു വരും. എന്റെ ബോഡിയിലുള്ള ബാക്ടീരിയയുടെ എണ്ണം കുറഞ്ഞു വരും. പക്ഷെ എന്നിട്ട് ഞാൻ സി ബി നാറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, സി ബി നാറ്റ് പറയുന്നത് എന്താണ്? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്റെ ബോഡിയിൽ ആദ്യം 1,00,000 ബാക്ടീരിയ ഉണ്ടായിരുന്നു, ഇപ്പൊ മരുന്ന് കഴിച്ച് 1000 ആയി. എപ്പോഴും സി ബി നാറ്റ് നോക്കുമ്പോഴത്തേക്കും സി ബി നാറ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതേ പറയത്തില്ല. 1000 ഒന്നും ഉണ്ടല്ലോ, അതുകൊണ്ട് മൈക്രോസ്കോപ്പി ആയിരിക്കും. പക്ഷെ നിങ്ങൾ മൈക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? എണ്ണം പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫോളോ അപ്പിന് എപ്പോഴും ഏത് തന്നെ യൂസ് ചെയ്യണം? മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി തന്നെ ഉപയോഗിച്ച് പറ്റുള്ളൂ ഫോർ ദിസ് ഫോളോ അപ്പ്. ദിസ് ഇസ് അഗൈൻ വെരി വെരി ക്ലിയർ. മനസ്സിലായോ? ഇത്രയാണ്. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ്, ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ നിങ്ങൾ പറയണം. ഹൈ സെൻസിറ്റിവിറ്റി, ഗുഡ് സ്പെസിഫിസിറ്റി. മക്കളെ, ഈ വാക്കുകളുടെ അർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആർക്ക് ഉപയോഗിക്കുന്ന ഓരോ വാക്കാണ്. ഹൈ ആണോ വലുത്, ഗുഡ് ആണോ വലുത്? എപ്പോഴും ഹൈ കഴിഞ്ഞിട്ട് ഗുഡിനെ സ്ഥാനമുള്ളൂ. മനസ്സിലായ? ഹൈ ഈസ് ഹൈ. ഹൈ ആണ്, ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ്. ഓക്കെ, ഗുഡ് എന്ന് പറഞ്ഞാൽ ഹൈ കഴിഞ്ഞുള്ളൂ. ഹൈ സെൻസിറ്റിവിറ്റിയും ഗുഡ് സ്പെസിഫിസിറ്റി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. മറക്കരുത്, ഇറ്റ് ഈസ് യുവർ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. യുവർ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ഓർ സ്പ്യൂട്ടം AFB. ഇനി എല്ലാം രണ്ടും ക്രിഡിലമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. സെൻസിറ്റിവിറ്റിയും ഹൈ ആണ്, സ്പെസിഫിസിറ്റിയും ഹൈ ആണ്. ആൻസർ ഈസ് സി ബി നാറ്റ്.
സെൻസിറ്റിവിറ്റി കുറവാണ്, സ്പെസിഫിസിറ്റി കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് സിറോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ, ഇഗ്ര ആൻഡ് യുവർ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. അതിന് സെൻസിറ്റിവിറ്റിയും കുറവാണ്, സ്പെസിഫിസിറ്റിയും കുറവാണ്. സെൻസിറ്റിവിറ്റി ഇല്ല, തീരെയും സ്പെസിഫിസിറ്റി ഇല്ല. ഏതാണ്? റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ഇല്ലാത്തൊരു ഏരിയ നിങ്ങൾ കണ്ടോ? ഇല്ലാത്തവന്മാരാണ് ഇത്രയും ഇവന്മാരെ ഒരിക്കലും NTEP കൂടെ കൂട്ടിയിട്ടില്ല. അപ്പം ഇവര് രണ്ടുപേരുമാണ് NTEPയിലുള്ളത്. ഈ രണ്ടുപേരും NTEPയിലുണ്ടോ? ഇല്ല. അപ്പൊ NTEP കൂടെ കൂട്ടിയിട്ടുള്ളത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി CBNAT ഉള്ളൂ. ബാക്കിയുള്ളതിന്റെ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ഒക്കെ കുറവായതുകൊണ്ട് സിറോളജി റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻ ഒന്നും തന്നെ NTEPയിലില്ല. ഈ പൊട്ടി ഇളക്കി കൊടുക്കണം. ഇതുകൊണ്ടാണ് NTEP ഇതിനൊന്നും പിടിച്ച് കയറ്റാൻ. പണ്ട് നമ്മൾ RNDCP ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ RNDCP മാറി ഇപ്പൊ NTEP ആയപ്പോൾ 2020 NTEP ആയപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ദിസ് ഇസ് വെരി വെരി ക്ലിയർ. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് NTEP എൻഡോസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NTEP പറയുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എടുക്കുക. ഒന്ന് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, രണ്ട് ലിക്വിഡ് കൾച്ചർ. ലിക്വിഡ് കൾച്ചർ ദിസ് ഇസ് കൺസിഡർഡ് ടു ബി ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. നമ്പർ 3 ട്രൂനാറ്റ്. ട്രൂനാറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന CBNAT ആണ്. അപ്പൊ എന്താണ് ഈ ട്രൂനാറ്റ് CBNAT ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. CBNATന്റെ ഇന്ത്യനൈസ്ഡ് വെർഷൻ ആണ് ഏത്? ട്രൂനാറ്റ് ഇന്ത്യനൈസ്ഡ് വെർഷൻ. എവിടെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗോവയിലെ മോൾവി ഡയഗ്നോസ്റ്റിക്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. അതിന് പറഞ്ഞവരാണ് ട്രൂനാറ്റ്. ട്രൂനാറ്റും CBNATും തമ്മിലുള്ള വ്യത്യാസം എന്താ? CBNATന്റെ റിപ്പോർട്ടിംഗ് ടൈം ഇറ്റ് ഈസ് അറൌണ്ട് 90 മിനിറ്റ്സ് ആണെങ്കിൽ ട്രൂനാറ്റിന്റെ റിപ്പോർട്ടിംഗ് ടൈം ഇറ്റ് ഈസ് അറൌണ്ട് 30 മിനിറ്റ്സ്. ഓക്കെ, അതാണ് വ്യത്യാസം. പിന്നെ കുറച്ചുകൂടെ ലാഭം ട്രൂനാറ്റ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തതാണ് ലൈൻ പ്രോ ബസ്. അപ്പൊ ഇത്രയാണ് ദീസ്. ഇതിനകത്തില് ട്രൂനാറ്റ് ആൻഡ് ലൈൻ പ്രോ ബസ് ഇതിന് പറയുന്ന പേരാണ് മോളിക്കുലാർ ടെസ്റ്റ്. സോ ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് യുവർ മോളിക്കുലാർ ടെസ്റ്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ NTEP പറഞ്ഞിരിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. മറക്കരുത്, നിങ്ങൾക്ക് ഓപ്ഷൻ അതിൽ ചോദിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ NTEP എൻഡോസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്. അതിനകത്ത് കയറ്റിയിട്ട് നിങ്ങളുടെ ഇതൊക്കെ തരും. ഏതാണ്? റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ഒക്കെ തരും. ഉദാഹരണശാല ഒന്നും കൊടുക്കരുത്. ഈ പറയുന്ന 4 ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമേ NTEP അതിനകത്ത് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രോഗ്രാംസ്. നിങ്ങൾക്കറിയാം നാഷണൽ TB പ്രോഗ്രാമിന്റെ എവല്യൂഷനെ പറ്റി നമ്മൾ ക്വിക്കായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താ? നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ഏത് വർഷം? 1962. അത് റിന്യൂ ചെയ്ത വർഷം ഏതായിരുന്നു? റിന്യൂഡ് ഇൻ ദിസ് ഇയർ. സോ റിന്യൂ ചെയ്ത വർഷം വാസ് റിന്യൂഡ് ഇൻ ദിസ് ഇയർ 1992. 1992 റിന്യൂ ചെയ്തു. സോ ബൈ ദിസ് ഇയർ ഓഫ് ദിസ് 1997, 1998 ആ വർഷത്തിലാണ് എന്ത് കൊണ്ടുവന്നത്? RNDCP. RNDCP എന്ന് പറയുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് 93-ലാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നിലവിൽ വന്നത് 97, 98 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഡോട്ട്സിനും ഈ ഒരു ഏകദേശം ഈ ഒരു സമയമാണ്. ഡോട്ട്സിന് പ്രത്യേകിച്ചില്ല. 1997, 1998 കാലഘട്ടത്തിലാണ് ഡോട്ട്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ RNDCP ഇപ്പൊ മാറി. ഇത്രയും നാളെ നിലനിന്നിരുന്നു. അങ്ങനെ 2020 എത്തിയപ്പോൾ എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കംസ് NTEP. ഈ ഒരു ലെവലിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇൻക്ലൂഡിംഗ് ദി ഇയേഴ്സ് ഉൾപ്പെടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, NTEP നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. സോ വിത്ത് ദാറ്റ് ഈ ഒരു ടാർഗറ്റ് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാതെ ഇരുന്നവർ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടാർഗറ്റ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഈ ടാർഗറ്റ് ആണ് നിങ്ങൾ പഠിക്കാൻ. പഴയ ടാർഗറ്റുകളൊന്നും പോയി പഠിക്കരുത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ RNDCPയുടെ ടാർഗറ്റും NTEPയുടെ ടാർഗറ്റും ഒന്ന് തന്നെയാണ്. കാരണം RNDCPയുടെ പേര് മാറ്റിയതാണല്ലോ NTEP. ഇവര് രണ്ടുപേരും പറയുന്നത് 2025 കൂടി TB അവസാനിപ്പിക്കണം എന്നാണ്. സോ ഇറ്റ് ഈസ് ടു എൻഡ് TB ബൈ 2025. മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, RNDCPയും NTEPയും ഇന്ത്യയുടെ ലെവലിൽ, അതായത് നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ടാർഗറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഈസ് 2025. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് RNDCP ടാർഗറ്റ്, NTEP ടാർഗറ്റ്, നാഷണൽ ടാർഗറ്റ്, ഇത് മൂന്നും ഏതാണ്? 2025. ഹോപ്പ് ദിസ് ഇസ് വെരി വെരി ക്ലിയർ. എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ടാർഗറ്റ് ഇതെന്നാ തുടങ്ങിയത്? 2015 സ്റ്റാർട്ട് ചെയ്തതാണ്. അവരുടെ ടാർഗറ്റ് 2030 TBയുടെ മരണം 90% കുറയ്ക്കണം, TBയുടെ ഇൻഷുറൻസ് 80% കുറയ്ക്കണം, TBയുടെ കാറ്റസ്ട്രോഫിക് കോസ്റ്റ്, TB മൂലം ഉണ്ടാകുന്ന ചിലവുകൾ തീവ്രമായിട്ട് കുറയ്ക്കണം, ഹെൽത്തിന് ഉണ്ടാകുന്ന ചിലവുകൾ. മനസ്സിലായോ? ഇനി WHO ടാർഗറ്റ് അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഗ്ലോബൽ ടാർഗറ്റ് 2035. ഇനിയുണ്ട്, ഏകദേശം 10-11 കൊല്ലമുണ്ട്. WHO ടാർഗറ്റ് പറയുന്നത് 2030 TB അവസാനിപ്പിച്ചാൽ മതി എന്നാണ്. അവർ പറയുന്നത് ദിസ് ഡെത്ത് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു 95, 90. ഇത് ഓർത്ത് വെച്ചോണം. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഈസ് 2030.
9080. WHO or global target is 2035 9090. Okay, so this is very, very clear. So with that, we are moving to next question. WHO is defining this multi-drug resistant tuberculosis strain as one package. Very simple question. Basics ആണ്. Well, I don't know why you are answering without reading this question very properly. WHO പറയുന്നത് MDR-TB യുടെ ഡെഫിനിഷൻ ആണ് ചോദിക്കുന്നത്. What is the definition of MDR-TB? Multi-drug resistant TB. Yes, very good, Shyam. Okay, yes, very good, Vinaya, Hadiya, Sahala, Jivan, Anjiva, Anjana, Arya, Manu, Sona, Gayatri, Rajana, Asna, Srishma, Sonia, Ashwin, Ashna. Very good, all of you. The answer is option C. അതായത് എന്താണ് MDR-TB? ഓക്കെ, അത് നോക്കുന്നതിന് മുമ്പ് ഈ ഒരു ടേബിള് കണ്ടിട്ടില്ലാത്തവര് ഞാൻ എല്ലാ ഇമ്പോർട്ടന്റ് ടേബിളും കാണിച്ചു തരുന്നുണ്ട്. വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണ് എല്ലാത്തിന്റെ ഡെഫിനിഷൻ ഉണ്ട്. MDR-TB യുടെ ഡെഫിനിഷൻ എന്താ? MDR-TB എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ബോത്ത് എച്ച് ആൻഡ് ആർ. ഐസോനിയാസിനോടും റിഫാമ്പിസിനോടും റെസിസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് MDR-TB. ഞാൻ റെസിസ്റ്റന്റ് ടു അറ്റ്ലീസ്റ്റ് ഇതിനോട് രണ്ടിനോടെങ്കിലും റെസിസ്റ്റന്റ് ആയിരിക്കണം. ബാക്കി ഡെഫിനിഷൻസ് ആവശ്യമുള്ളതെല്ലാം ബോക്സിൽ കിടക്കൊണ്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ദിസ് ഇസ് വെരി, വെരി ഇമ്പോർട്ടന്റ്. റെസിസ്റ്റൻസ് ടു അറ്റ്ലീസ്റ്റ് എച്ച് ആൻഡ് ആർ, റിഫാമ്പിസിൻ, ഐസോനിയാസ് ഇതിനോടെങ്കിലും റെസിസ്റ്റന്റ് ആണെങ്കിൽ അതിന് നമ്മൾ MDR-TB എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ക്യാൻ യു ടെൽ മി വാട്ട് ആർ ദിസ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഓഫ് ദിസ് TB? TBയുടെ ഡ്രഗ്സ് എടുക്കുമ്പോൾ TB ഡ്രഗ്സ് യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഫസ്റ്റ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ. നമ്മുടെ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഡ്രഗ്? യെസ്, വെരി ഗുഡ്, ശ്രീഹരി. ഇറ്റ് ഈസ് യുവർ റൈസ്, RIPES, റൈസ്. ആൻഡ് വി ആർ ഹാവിംഗ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലാണ് നമ്മുടെ ഫ്ലൂറോക്കിനലോൺസ്, ഇൻജെക്ടബിൾസ് ഇതെല്ലാം വരുന്നത്. അറിയാലോ, റൈസ്, റിഫാമ്പിസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ്, എക്സാംപിറ്റോൾ, സ്ട്രെപ്റ്റോമൈസിൻ. വെരി, വെരി സിമ്പിൾ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. നമ്മളെ ചാടി ഇറങ്ങി പോരുത്. ദിസ് ഈസ് യുവർ ഇമ്പോർട്ടന്റ് വൺ ലൈനേഴ്സ്. നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള വൺ ലൈനേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് നോക്കാം. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ TB ഇൻ ജനറൽ പോപ്പുലേഷൻ. പറഞ്ഞോളൂ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ TB ഇൻ ജനറൽ പോപ്പുലേഷൻ. യെസ്, വെരി ഗുഡ്, സ്പ്യൂട്ടം സ്മിയർ. ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ TB. ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻ. Again, very good. It is sputum smear. Case finding tool for TB. Any idea? Case finding tool for TB. എന്താണ് കേസ് ഫൈൻഡിങ് ടൂൾ? വെരി ഗുഡ്. ഇതും സ്പ്യൂട്ടം സ്മിയർ തന്നെയാണ്. കാരണം എന്താ മക്കളെ, കേസിന്റെ ഡെഫിനിഷൻ എന്താ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കേസ്? കേസിന്റെ ഡെഫിനിഷൻ, TBയിലെ കേസിന്റെ ഡെഫിനിഷൻ, സ്പ്യൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കേസ് എന്ന് പറയുന്നത്. അപ്പൊ കേസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്തായിരിക്കും? സ്പ്യൂട്ടം എടുത്ത് നോക്കുന്നതാണ്, അല്ലെ? സ്പ്യൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ളവരെയാണ് കേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മള് കേസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ സ്പ്യൂട്ടം. അപ്പൊ ആദ്യത്തെ മൂന്നിന്റെ ആൻസർ ഏതാണ്? സ്പ്യൂട്ടം സ്മിയർ എക്സാമിനേഷൻ. Diagnostic test for TB. TBയുടെ diagnostic test. What is the diagnostic test for TB? Yes, very good, CB-NAT. Confirmatory test for TB. Confirmatory test for TB. Yes, very good. It is also CB-NAT. Screening test for TB in AIDS patients. HIV രോഗികളുടെ സ്ക്രീനിങ് ടെസ്റ്റ്. Again, it is CB-NAT. മക്കളെ, നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സാർ എന്തുകൊണ്ട് HIV രോഗികളിൽ നമുക്ക് സ്പ്യൂട്ടം ഉപയോഗിക്കാൻ പറ്റുന്നില്ല? കാരണം സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി എടുത്തു കഴിഞ്ഞാൽ സ്പ്യൂട്ടത്തിൽ മിക്കവാറും ഒന്നും കാണത്തില്ല. HIV രോഗികളുടെ സ്പ്യൂട്ടം എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയനെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ CB-NAT ചെയ്തേ പറ്റുള്ളൂ. മറക്കരുത് ഇതിന്റെ മൂന്നിന്റെയും സോറി. ഇതിന്റെ മൂന്നിന്റെയും ആൻസർ ഇറ്റ് ഈസ് യുവർ CB-NAT. ചിലപ്പോൾ പരീക്ഷ CB-NAT എന്ന് ആദ്യം നാറ്റ് എന്നോ ട്രൂനാറ്റ് എന്നോ ആയിരിക്കും, രണ്ടും ഒന്നാണ്. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ്. പറഞ്ഞോളൂ, ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്? നിങ്ങൾ CB-NAT പറയാൻ നിൽക്കണ്ട, ലൈൻ പ്രോ ബസൈൻ പറയാൻ നിൽക്കണ്ട. നമ്മൾ എല്ലാ ഡ്രഗിനെയും ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് മനു. ഇറ്റ് ഈസ് യുവർ കൾച്ചർ. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ അഗൈൻ ഇറ്റ് ഈസ് കൾച്ചർ. ഏതാണ്? ലിക്വിഡ് കൾച്ചർ. മറക്കരുത്, നമുക്ക് ഏത് ഡ്രഗും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ലൈൻ പ്രോ ബസയും CB-NATന്റെയും പ്രത്യേകത കുറച്ച് ഡ്രഗുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഡ്രഗുകളും കണ്ടുപിടിക്കാൻ നമുക്ക് ലിക്വിഡ് കൾച്ചർ യൂസ് ചെയ്യാം. മനസ്സിലായ? ലിക്വിഡ് കൾച്ചർ ഈസ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ്. വെരി സിമ്പിൾ. ഈസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും
ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒന്ന് രണ്ട് കാര്യം. ഇത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ചാർട്ട് ആണ്, സിംപ്ലിഫൈ ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി വായിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ടൈം ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചാർട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദിസ് വിൽ ബി ഷെയർ ടു യു പീപ്പിൾസ്. പോയി വായിക്കുക. ഞാൻ ഈ ചാർട്ടിൽ പറയുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് മാറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് MCQs ഈ ചാർട്ടിൽ നോക്കേണ്ടത്? ഒന്ന്, നമ്മൾ ആദ്യം ഒരു TB പേഷ്യന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് തരാം. സപ്പോസ് ഒരു TB പേഷ്യന്റ് വരികയാണ്, പ്രിസംപ്റ്റീവ് TB ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരു രോഗി വരികയാണ്, പ്രിസംപ്റ്റീവ് TB. നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്? ഇത് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി. ഇത് ചെയ്ത് പോസിറ്റീവ് ആകാം, ഇത് ചെയ്ത് നെഗറ്റീവ് ആകാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഡയഗ്നോസ്റ്റിക് എല്ലാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിലും നമുക്കങ്ങ് നെഗറ്റീവ് എന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല, കാരണം ഇതിന് സ്പെസിഫിസിറ്റി ഗുഡേ ഉള്ളൂ, ഹൈ ഇല്ല. അപ്പൊ നമ്മൾ ഇത് രണ്ട് കണ്ടീഷൻസിലും നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് CB-NAT. CB-NAT ചെയ്യണം, അതായത് ജീൻ എക്സ്പെർട്ട് ചെയ്തിരിക്കണം, ജീൻ എക്സ്പെർട്ട്. CB-NAT ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റിഫാംപിസിൻ സ്റ്റാറ്റസ്. ഒന്നെങ്കിൽ പേഷ്യന്റിന് റിഫാംപിസിൻ സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റ് റിഫാംപിസിൻ റെസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, റിഫാംപിസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ, സപ്പോസ് ഇഫ് ദിസ് പേഷ്യന്റ് ഇസ് റിഫാംപിസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ, ഇതിനോടൊപ്പം നമ്മൾ എന്തോടെ ചെയ്യണം? ഫസ്റ്റ് ലൈൻ പ്രോ ബസ്സേ ചെയ്യണം, പ്ലസ് സെക്കൻഡ് ലൈൻ പ്രോ ബസ്സേയും കൂടെ ചെയ്യണം. റിഫാംപിസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ പ്രോ ബസ്സേ മാത്രം ചെയ്യുക, ഫസ്റ്റ് ലൈൻ പ്രോ ബസ്. നേരെ മറിച്ച് റിഫാംപിസിൻ റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ലൈൻ പ്രോ ബസ് പ്ലസ് സെക്കൻഡ് ലൈൻ പ്രോ ബസ് പ്ലസ് യുവർ ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ്. മൂന്ന് കാര്യങ്ങൾ ചെയ്യണം, ലിക്വിഡ് കൾച്ചറോടെ ചെയ്യണം. മനസ്സിലായോ? ഇത് മറക്കാൻ പാടില്ല. ഇത്രയുള്ള ഗൈഡ് ലൈൻ, അത്ര അണ്ടഹടാഹം പോലെ കിടക്കുന്ന വലിയ ഗൈഡ് ലൈൻ നമ്മൾ ചുരുക്കിയതാണ്. അത്രയേ ഉള്ളൂ, സത്യം പറഞ്ഞു. ഇത്രയും സാധനമാണ് നമുക്ക് MCQനെ ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ഗൈഡ് ലൈൻ ആ ഒരു ചാർട്ട് കാണാൻ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കുക TB ആദ്യം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ടാണ് സ്പ്യൂട്ടത്തിനെ നമ്മൾ എന്താ പറയുന്നത്, സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും CB-NAT ചെയ്യണം. ഓക്കെ, കാരണം നെഗറ്റീവ് ആണ് എന്നിട്ട് സംശയം ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ CB-NAT ചെയ്യുന്നത്. CB-NAT ചെയ്യുമ്പോൾ റിഫാംപിസിൻ സെൻസിറ്റീവ് ആകാം, റെസിസ്റ്റന്റ് ആകാം. റിഫാംപിസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ പ്രോ ബസ്സേ കൂടെ ചെയ്യുക, റെസിസ്റ്റന്റ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ പ്രോ ബസ്സേ വിത്ത് സെക്കൻഡ് ലൈൻ പ്രോ ബസ്സേ വിത്ത് ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ്. ഇത് നമ്മൾ ചെയ്യണം. ഇനി HIV രോഗിയാണെങ്കിലോ നേരെ എങ്ങോട്ട് വിട്ടണം? നേരെ CB-NAT വെക്കണം. സ്പ്യൂട്ടം സ്മിയർ ചെയ്തിട്ട് കാര്യമില്ല, നേരെ CB-NAT. ഓക്കെ മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ദിസ് ഇസ് ദ റിവിഷൻ സെഷൻ, ദിസ് ഇസ് എ Q&A സെഷൻ. എനിക്കിത് സ്ലോ ആയിട്ട് പറഞ്ഞു തരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ദിസ് ടൈം ഈസ് ലിമിറ്റഡ്. ഞാൻ പറയും ഇത്രയും വലിയൊരു ടോപ്പിക് ഇതിനെക്കാട്ടിലും കൺസൈസ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഓക്കെ, സോ പ്ലീസ് അഡ്ജസ്റ്റ്, പ്ലീസ് ഫോളോ വിത്ത് മീ. ഓക്കെ, അപ്പം പറഞ്ഞോളൂ. ഡയഗ്നോസിസ് ഓഫ് പീഡിയാട്രിക് TB റിക്വയർസ് all the following investigation. Diagnosis of pediatric TB requires all the following investigations except pediatric TB ഉപയോഗിക്കാത്ത ഇൻവെസ്റ്റിഗേഷൻ ഏത്? ഈ ഒറ്റ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ പീഡിയാട്രിക് TB. അല്ലാതെ നമ്മുടെ പാർട്ട് നോക്കുമ്പോൾ വലിയ ഗൈഡ് ലൈൻ കിടക്കും. ആ ഗൈഡ് ലൈൻ പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് വേറെ ഒന്നും, ഈ ഒറ്റ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ പീഡിയാട്രിക് TB ഗൈഡ് ലൈനിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. കൃഷ്ണേന്ദു, മറിയ, അഞ്ജിമ, സോന, അഖിൽ, ഹദിയ, ശ്രീഹരി, ബുഷ്ര, ഹസ്ന, ദേവിക. ദി ആൻസർ ഇസ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. കാരണം ഞങ്ങളുടെ പീഡിയാട്രിക് TB ഗൈഡ് ലൈൻ കിടപ്പുണ്ട്. അറിയാത്തൊരു വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പീഡിയാട്രിക് TB ആണെന്ന് സംശയിക്കുകയാണെങ്കിൽ, പ്രിസംപ്റ്റീവ് TB ആണെങ്കിൽ 3 ഇൻവെസ്റ്റിഗേഷൻ വേണം ചെയ്യാൻ. ചെസ്റ്റ് എക്സ്റേ, CB-NAT, ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. കണ്ടോ, നമ്മൾ എല്ലായിടത്തും തള്ളിക്കളഞ്ഞ എടുത്തിട്ടാണ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് പക്ഷെ ഒറ്റയ്ക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റും CB-NAT-ഉം ചെസ്റ്റ് എക്സ്റേയും കൂടെ ഉപയോഗിക്കണം. ബാക്കി എല്ലാം സെയിം. CB-NAT ചെയ്യുക, റിഫാംപിസിൻ നോക്കുക, അതല്ല. ഓക്കെ, ഇവിടെ ഒരിക്കലും നമ്മൾ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി യൂസ് ചെയ്യാറില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ദിസ് ഇസ് വെരി ക്ലിയർ. ഇത് എക്സ്ട്രാ പൾമണറി TBയുടെ ഡയഗ്നോസിസ് ആണ്. ഇതും അറിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, ചുരുക്കി എഴുതിയിരിക്കുകയാണ്. എക്സ്ട്രാ പൾമണറി TB സംശയിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്? എഗെയിൻ ഇറ്റ് ഈസ് CB-NAT. CB-NAT ആണ് അവിടുത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദിസ് എക്സ്ട്രാ പൾമണറി TB. ഈ ഒരു പോയിന്റ് മാത്രം ഇറങ്ങിയാൽ മതി. നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ ഏത് സാമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ സിറം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സിറം, ഫ്ലൂയിഡ്സ്. ഒരു കാരണവശാലും ബ്ലഡ്, മലം, മൂത്രം ഇതൊന്നും കൊണ്ടുപോയി CB-NAT കയറ്റൂല. ഫീസസ്, യൂറിൻ ഓർ ബ്ലഡ് കനോട്ട് ബി യൂസ്ഡ്. നമ്മൾ സിറം അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പ്യൂട്ടം യൂസ് ചെയ്യും.
എക്സ്ട്രാ പൾമണറി ടിബിയിൽ സ്പ്യൂട്ടം കിട്ടത്തില്ല, അപ്പൊ നമ്മൾ സെറോം ഫ്ലൂയിഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ MCQ ഇതാണ്ട് മസ്റ്റ് നോ പോയിന്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഫോർ എക്സ്ട്രാ പൾമണറി ടി ബി ആൻസർ ഏതാ? CB NAT. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ബി ഡൺ ഇൻ പൾമണറി ടി ബി. പൾമണറി ടി ബി ചെയ്യുന്ന ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്പ്യൂട്ടം സ്മിയർ. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ബി ഡൺ ഇൻ പീഡിയാട്രിക് ടി ബി CB NAT. ഒരിക്കലും സ്പ്യൂട്ടം സ്മിയർ അല്ല. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ബി ഡൺ ഇൻ EP-TB CB NAT. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. EP-TB ചെയ്യുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, EP-TB ഇൻവെസ്റ്റിഗേഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ക്ലിയർ. നമ്മളൊരു MCQ വലിയ വിട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ, ദിസ് വൺ ലൈനേഴ്സ് ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഒരു പ്രിസംപ്റ്റീവ് ടിവിയിൽ ചെയ്യുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏതാ? സ്പ്യൂട്ടം സ്മിയർ. സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ സ്പ്യൂട്ടം സ്മിയർ. ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ജീൻ എക്സ്പേർട്ട്. സ്പ്യൂട്ടം സ്മിയർ കഴിഞ്ഞാൽ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻ ജീൻ എക്സ്പേർട്ട്. സ്പ്യൂട്ടം സ്മിയർ നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻ ജീൻ എക്സ്പേർട്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ്, ഇതെല്ലാം PLHIV, പീപ്പിൾ ലിവിംഗ് വിത്ത് HIV രോഗികൾക്ക് സ്ക്രീനിങ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും എല്ലാം ഒന്ന് തന്നെ ജീൻ എക്സ്പേർട്ട്. കണ്ടോ, എത്ര ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനെ ചോദിക്കാം. പക്ഷെ നമുക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് മാക്സിമം എല്ലാ പോയിന്റ്സും എഴുതിയിട്ടുള്ളത്. പ്ലീസ് ടേക്ക് ദിസ്. ഇത് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് സ്ക്രീൻഷോട്ട്. So with that, we are moving to our next question. Question number 14. Very, very, very important question. കഴിഞ്ഞ തവണത്തെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓറഞ്ച് ഡിസ്കളറേഷൻ ഓഫ് യൂറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. കഴിഞ്ഞ കൊല്ലം 2 ക്വസ്റ്റ്യൻ ട്രക്സിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വെരി ഗുഡ്. ശ്രീഹരി, മനു, സോന, കൃഷ്ണേന്ദു, അമ്പാടി, നീതു, സംഗീത, അനസ്, ബിൻസി, ശ്യാം. വെരി ഗുഡ് ഓൾ ഓഫ് യു. ദി ആൻസർ ഇസ് റിഫാംപിസിൻ. മക്കളെ ഞാൻ ഇതിൽ പ്രത്യേക ഓർഡറിലാണ് ഓപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. RIPES. എന്താ അതിന്റെ പ്രത്യേകത? ദിസ് ഈസ് യുവർ റൈറ്റ്സ്, ദീസ് ആർ യുവർ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. ഇതിനകത്തിൽ ഓറഞ്ച് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ഉണ്ടാക്കുന്നതാണ് റിഫാംപിസിൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഐസോനിയാസിന്റെ പ്രത്യേകത പെരിപ്പ് തെരിപ്പ്, പെരിഫറൽ ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്നതാണ് ഐസോനിയാസിൻ. ഓക്കെ, ഇതിനകത്തിൽ ആദ്യത്തെ 3 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 3 പേരുടെ പ്രത്യേകത ആർക്കെങ്കിലും പറയാം? ഇവർക്കും 3 പേർക്കും പൊതുവായിട്ടുള്ള പ്രത്യേകത. These 3 are hepatotoxic. കരളിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഹെപ്പറ്റോടോക്സിക് ഡ്രഗ്സ് ആണ്. ഇതിൽ ഏറ്റവും ഹെപ്പറ്റോടോക്സിക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മോസ്റ്റ് ഹെപ്പറ്റോടോക്സിക് ഈസ് പൈറാസിനമൈഡ്. പൈറാസിനമൈഡ് ആണ്. ഇനി ഈ എന്താണ്? എത്താംബിറ്റോൾ. ഫോർ യുവർ ഐ സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നതെല്ലാം എത്താംബിറ്റോൾ, മറക്കരുത്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിന്റെ പ്രത്യേകത എന്താ? ഒൺലി ഇൻജെക്റ്റബിൾ. ഫസ്റ്റ് ലൈനകത്തിൽ ഒൺലി ഇൻജെക്റ്റബിൾ ആണ്. മക്കളെ മറക്കരുത്. ഇത്രയും തന്നിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഡ്രഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോമൈസിനാണ്. നോട്ട് യൂസ്ഡ് റുട്ടീനിലി, പക്ഷെ ഉപയോഗിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. പ്രത്യേക സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഡ്രഗ്സിന്റെ സൈഡ് ഇഫക്ട്സ് വരുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ CNS TB അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സ്ട്രെപ്റ്റോമൈസിൻ യൂസ് ചെയ്യും. ഓൺലി ഇൻജെക്റ്റബിൾ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് റുട്ടീനിലി, റുട്ടീനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ടേബിള് അറിയാത്തവര്, പഠിക്കാത്തവര്, കാണാത്തവര് ഒരു സ്ക്രീൻഷോട്ട് വേഗം എടുക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ടേബിൾ ഫോർ യുവർ എക്സാം. ഡ്രഗ്സ് അത്യാവശ്യമായ ഡ്രഗ്സിന്റെ സൈഡ് ഇഫക്ട്സ്. ആദ്യം എന്താ? റിഫാംപിസിൻ. റിഫാംപിസിന്റെ പ്രത്യേകത എന്താ? ഓറഞ്ച് ഡിസ്കളറേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അത് യൂറിൻ മാത്രമല്ല, വിയർപ്പിന് ഓറഞ്ച് നിറം, മൂക്കിന്ന് വരുന്ന സെക്രീഷൻസിന് ഓറഞ്ച് നിറം, കഫത്തിന് ഓറഞ്ച് നിറം. ഇതേപോലെ തന്നെ കളർ മാറ്റുന്ന വേറൊരു ഡ്രഗാണ് ക്ലോഫാസിനിൻ. ഈ ക്ലോഫാസിനും റിഫാംപിസിനും മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇവർ രണ്ടുപേരെ ലെപ്രസിക്ക് ഉപയോഗിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും കളർ മാറ്റാനുള്ള കഴിവുണ്ട്. ഡാർക്ക് ബ്രൗൺ ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ. ഡാർക്ക് ബ്രൗൺ ഡിസ്കളറേഷൻ. ഓക്കെ, ഇത് ഓറഞ്ച് ഡിസ്കളറേഷൻ. ഓക്കെ, പിന്നെ ബാക്കി സൈഡ് ഇഫക്ട്സ് ഒക്കെ ഓർത്തിരിക്കുക. ബെഡാക്യുലിൻ എന്ന് ഓർത്ത് വെച്ചോണേ. ബെഡാക്യുലിൻ ഹൃദയത്തിന് അസുഖമുള്ളവർക്ക്, പൊട്ടാസ്യം കുറവുള്ളവർക്ക്, ഹൈപ്പോകേലിയമia ഉള്ളവർക്ക് ബെഡാക്യുലിൻ കൊടുക്കില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എത്താംബിറ്റോൾ കളർ ബ്ലൈൻഡ്നെസ്. പൈറാസിനമൈഡിന്റെ സൈഡ് ഇഫക്ട് മറക്കരുത്. ഗൗട്ട്. ഐസോനിയാസിൻ പെരിഫറൽ ന്യൂറൈറ്റിസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ആണ് എത്താംബിറ്റോൾ. കേട്ടോ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കൊല്ലത്തെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എത്താംബിറ്റോൾ. എത്താംബിറ്റോൾ ചോദിച്ചു, റിഫാംപിസിൻ ചോദിച്ചു. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സൈഡ് ഇഫക്ട്സ് ആഡ്. ആന്റി-TB ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ആന്റി-TB ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ലാത്ത ആന്റി-TB ഡ്രഗ്.
യെസ്, വെരി ഗുഡ്. ശ്രീഷ്മ, രാഗി, കൃഷ്ണേന്ദു, അനസ്, വിൻസി, ശ്രീഹരി, മറിയ, നീതു, അസ്നായർ. ദി ആൻസർ ഈസ് സ്ട്രെപ്റ്റോമൈസിൻ. പ്രത്യേകം ഞാൻ പറഞ്ഞു, ദിസ് ഇസ് ദി ഇൻജെക്ടബിൾ ഡ്രഗ്. പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം ജനിക്കുന്ന കുട്ടിയുടെ കേൾവി കാണത്തില്ല, ഓർത്തോടോക്സിക് ആണ്. ഇറ്റ് ഈസ് ഹൈലി നെഫ്രോടോക്സിക് ഓൾസോ. ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും, അതേപോലെ തന്നെ ചെവിനെ ബാധിക്കുന്ന ഒരു ഡ്രഗാണ്. ഭയങ്കര ടോക്സിസിറ്റി. നമ്മൾ സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ ആരും സ്ട്രെപ്റ്റോമൈസിൻ ഞങ്ങൾ എഴുതാറില്ല. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിന്റെ വിഭാഗത്തിൽ വരുന്നവരെ തന്നെ ഞാൻ അത് എഴുതാം. എനിക്ക് പേടിയാണ് എന്റെ ചെവിയോ കിഡ്നിയൊക്കെ അടിച്ചു പോയിട്ട് നമ്മളെ അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെപ്റ്റോമൈസിൻ, അമിക്കസിൻ, കാനാമൈസിൻ ഇവരെല്ലാവരും ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മൾ അത്യാവശ്യം ജെന്റൊക്കെ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ എഴുതാറുള്ളൂ. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ക്ലിയർ. ഇനി ഇൻ ട്യൂബർകുലോസിസ്, അഗൈൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുമ്പേ കാണിച്ചതും പ്രീവിയസ് ഇയർ ആണ്. കോമ്പിനേഷൻ ഓഫ് ആന്റി മൈക്രോബിയൽസ് ഈസ് യൂസ്ഡ്. നമ്മൾ എന്തുകൊണ്ടാണ് ആന്റി മൈക്രോബിയൽസിനെ ചേർത്ത് ഉപയോഗിക്കുന്നത് ട്യൂബർകുലോസിസ്? ഇൻ ട്യൂബർകുലോസിസ് കോമ്പിനേഷൻ ഓഫ് ആന്റി മൈക്രോബിയൽസ് ഈസ് യൂസ്ഡ്. യെസ്, വെരി ഗുഡ്. രാജി for രാഗി, അഞ്ജിമ, സോന, ശ്യാം, രചന, ഹദിയ, അഖിൽ. വെരി ഗുഡ്. ഇറ്റ് ഇസ് ടു ഡിലേ ദ ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാണ് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അതിനെന്താ പറയുന്നത്? വാട്ട് ഈസ് നോൺ ആസ് FDC. വാട്ട് ഈസ് FDC? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷന്റെ ഡോസ് പഠിച്ചോണം. ഓരോ ഡ്രഗും എത്ര ഡോസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ, കേട്ടോ. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എന്തിനാ എല്ലാ ഡ്രഗും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്? കാരണം ഒരു ഡ്രഗ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെസിസ്റ്റൻസ് ആകും. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴാണ് മക്കളെ പറഞ്ഞോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെട്ടിട്ടുള്ള ഡ്രഗ് ഏതാണ്? വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ റെസിസ്റ്റൻസ് എൻകൗണ്ടർഡ് ഡ്രഗ്? വെരി ഗുഡ് ശ്രീഹരി. ഇറ്റ് ഈസ് യുവർ ഐസോനിയാസിൻ. ഏകദേശം 24-26% വരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രഗാണ് ഐസോനിയാസിൻ. മറക്കരുത്, കേട്ടോ. അപ്പൊ ഇങ്ങനെ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആന്റി മൈക്രോബിയൽസ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ക്ലിയർ. ഇനി ദിസ് ഈസ് അഗെയിൻ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ഏരിയ, ഇൻസെന്റീവ് ഫാക്ടർ. ഇത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു TB നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു TB ഒരാൾക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 269, 270 IPC അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിക്ട് TB ഓഫീസറിന് 1 മാസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം എന്നാണ്. അറിയിക്കാത്ത പക്ഷം ഡോക്ടറിന് തഴവ്, പിഴ ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അറിയിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ ഗുണമുണ്ട്. അറിയിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് എന്താണ് ഗുണം? അതിന് പറയുന്ന പേരാണ് ട്രീറ്റ്മെന്റ് സപ്പോർട്ടർ ഹോണറേറിയം. ഈ ഒരു കാര്യം, യെസ്, ഹോണറേറിയം. ഡോക്ടർ ഡിസ്ട്രിക്ട് TB ഓഫീസറിന്, ഡോക്ടർ തന്നെ ആയിരിക്കണം എന്നില്ല, ഏതൊരു ഹെൽത്ത് വർക്കർ അറിയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമാണ് അത് എന്ന് ഡോക്ടറിന് 1000 രൂപ കിട്ടും. എപ്പോഴാണ് ഡോക്ടറിന് 1000 രൂപ കിട്ടുന്നത്? ഒരു ഡ്രഗ് സെൻസിറ്റീവ് TB പേഷ്യന്റ് ആയിരിക്കണം, ന്യൂ കേസ് ആയിരിക്കണം. അതായത് പുതിയതായിട്ട് ഡോക്ടർ പുതിയൊരു TB കണ്ടുപിടിച്ചു, ഓക്കെ, അത് ഡ്രഗ് സെൻസിറ്റീവ് ആയിരിക്കണം. ഇനി ഡ്രഗ് സെൻസിറ്റീവ് ആണ്, പക്ഷെ നേരത്തെ ട്രീറ്റ് ചെയ്ത പേഷ്യന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിന് 1500 രൂപ ആയിരിക്കും നോട്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. എന്നാൽ ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, യെസ്, ആരെങ്കിലും ആയിക്കോട്ടെ, TB ഹെൽത്ത് വർക്കർ ആയിക്കോട്ടെ, 5000 രൂപ. മനസ്സിലായോ? ദിസ് ഇസ് നോൺ ആസ് ട്രീറ്റ്മെന്റ് സപ്പോർട്ടർ ഹോണറേറിയം. ഇനി ഇവര് എങ്ങനെയാണ് ഇത് അറിയിക്കുന്നത്? ഡോക്ടർ ഇത് അറിയിക്കുന്നത് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്ന നിക്ഷയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിക്ഷയ് ഉപയോഗിച്ചിട്ട് ഇത് അറിയിക്കുന്നു. അറിയിക്കുമ്പോഴത്തേക്കും ഈ TB പേഷ്യൻസിന് കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ആനുകൂല്യമാണ് എല്ലാ മാസവും പുട്ടടിക്കാൻ 500 രൂപ വെച്ച് കിട്ടും. ₹500 പെർ മന്ത്. ഓക്കെ, 500 രൂപ വെച്ച് എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ കിട്ടും. ഓക്കെ, ട്രൈബൽ പീപ്പിൾ ആണെങ്കിൽ 750 രൂപ വൺ ടൈം. അവർക്ക് ആദ്യത്തെ ഒരു മാസം 750 രൂപ കിട്ടും, പിന്നെ എല്ലാ മാസം 500 രൂപ വെച്ച് നിക്ഷയ് പോഷൻ യോജന കിട്ടും. ഇനി ഇത് നോട്ടിഫൈ ചെയ്യുന്നവർക്ക് എത്ര രൂപ കിട്ടും? 500 രൂപ നോട്ടിഫിക്കേഷൻ ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. ഔട്ട്കം ഡിക്ലെയർ ചെയ്യുന്നതിനും 500 രൂപ കിട്ടും. മനസ്സിലായോ? നോട്ടിഫൈ ചെയ്യുന്നതിന് 500 രൂപ, ഔട്ട്കം ഡിക്ലെയർ ചെയ്യുന്നതിന് 500 രൂപ. പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക, അറിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഓക്കെ, ദിസ് ഇസ് ദി ഇൻസെന്റീവ് പാറ്റേൺ. ഓക്കെ മക്കൾ, ഇതിനകത്ത് ഇനി നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം, ഐ വാണ്ട് ടു ടെൽ യു വാട്ട് ആർ ദ നിക്ഷയ്സ് ഇൻ TB ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിക്ഷയ് ഏതൊക്കെയാണ്? നിക്ഷയ് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് നിക്ഷയ് സോഫ്റ്റ്വെയർ. ഇത് വന്ന വർഷം നിങ്ങൾക്കറിയാമല്ലോ, എത്രയായിരുന്നു? 2012. അടുത്ത നിങ്ങൾ നിക്ഷയ് എന്ന് കേൾക്കുമ്പോൾ വരേണ്ടതാണ് നിക്ഷയ് പോഷൻ യോജന. ഇത് നമ്മുടെ എന്താണ്?
TB-യുടെ സപ്പോർട്ടിംഗ് സ്കീമാണ് 500 രൂപ വെച്ച് കൊടുക്കുന്നതാണ് നിക്ഷയ് പോഷൻ യോജന. പിന്നെ അടുത്ത ഏതാണ്? നിക്ഷയ് മിത്ര സ്കീം. എന്താ നിക്ഷയ് മിത്ര സ്കീം? നിക്ഷയ് മിത്ര സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ വോളണ്ടിയേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? TB പേഷ്യൻസിനെ ഏറ്റെടുപ്പിക്കുക. മനസ്സിലായി? ഒരു വോളണ്ടിയറിനെ കൊണ്ട് TB പേഷ്യൻസിന്റെ ചെലവ് കൊടുക്കുന്നതാണ് നിക്ഷയ് മിത്ര സ്കീം. ദിസ് വോളണ്ടിയേഴ്സ് ദേ അഡോപ്റ്റ് ദിസ് TB പേഷ്യൻസ്. വെരി ഗുഡ് ടെസ്റ്റി, ദേ ആർ അഡോപ്റ്റിംഗ്. വെരി ഗുഡ് മറിയ. യെസ്, വെരി ഗുഡ് അൻഷിക. ഇതൊക്കെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. മറക്കരുത്. വിച്ച് among the following is community participation in TB എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഈസ് നിക്ഷയ് മിത്ര സ്കീം. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇനി അടുത്ത നിക്ഷയ് ഏതാണ്? ഇറ്റ് ഈസ് നിക്ഷയ് ആശാദി. കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് നിക്ഷയ് ആശാദി? നിക്ഷയ് ആശാദി. എന്താ നിക്ഷയ് ആശാദി? നിക്ഷയ് ആശാദി മീൻസ് ഇറ്റ് ഈസ് ദിസ്, ഇതൊരു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡ്രഗുകളും പേഷ്യൻസിന് അവൈലബിൾ ആക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നിക്ഷയ് ആശാദി. അപ്പൊ ഈ 4 നിക്ഷയക്കാരെ മറക്കരുത്. ഓക്കെ, അറിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. With that, we are moving to this next question. Resistance to isoniazid and rifampicin with a single gene mutation can be treated by. Question ശ്രദ്ധിച്ച് വായിക്കുക. Resistance to isoniazid and rifampicin with a single gene mutation. Okay, very good all of you. നമുക്ക് ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇതെന്താ ഈ ഒരു സാധനം സിനോപ്സിസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അറിയാത്തൊരു വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മക്കളെ ഇത് പഠിച്ചിട്ട് പോകുക. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്. ഒരു ഡ്രഗ് സെൻസിറ്റീവ് TB ആണ് നിങ്ങളുടെ മുൻപിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് 2HRZD + 4HRE. ഓക്കെ, നേരെ മറിച്ച് ഇതെല്ലാം റെസിസ്റ്റന്റ് TB ആണ്. റെസിസ്റ്റന്റ് TB ആണ് നിങ്ങളുടെ മുൻപിൽ വരുന്നതെങ്കിൽ ഏതൊക്കെ റെസിസ്റ്റന്റ് ആണ്? റിഫാംപിസിൻ റെസിസ്റ്റന്റോ MDR-TB വിത്ത് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റെജിമെന്റെ പേരാണ് ഷോർട്ടർ MDR റെജിമൻ. ഇത് എന്താണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. 4 to 6 ടോക്സി + 5 to 6 ടോക്സി. നിങ്ങളുടെ മുന്നിൽ വരുന്നത് MDR-TB വിത്ത് ഡബിൾ ജീൻ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ XDR-TB ആണെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കേണ്ട റെജിമൻ ആണ് ലോങ്കർ MDR റെജിമൻ, 18 to 20 L2C2B. നേരെ മറിച്ച് ഇത് മറ്റൊരു സാഹചര്യത്തിലൂടെ യൂസ് ചെയ്യും. ഈ ലോങ്കർ MDR റെജിമൻ ആർക്കെങ്കിലും പറയാം ഇത് രണ്ടും കൂടാതെ ഒരു സിറ്റുവേഷനിലൂടെ ലോങ്കർ MDR റെജിമൻ യൂസ് ചെയ്യും? എനിവൺ? When the lady is pregnant, very good. When this lady is pregnant, very good Maria, and she is more than 20 weeks. 20 ആഴ്ചയിൽ കൂടുതൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? സോ നമുക്ക് MTP ചെയ്യാൻ അഡ്വൈസ് ചെയ്യും. പക്ഷെ MTP ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ലോങ്കർ MDR റെജിമൻ കഴിക്കാൻ പറയും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? H മോണോ റെസിസ്റ്റന്റ് TB. ഐസോനിയാസിൻ മാത്രം റെസിസ്റ്റന്റ് ആയിട്ടുള്ള TB ആണെങ്കിൽ യു വിൽ ബി യൂസിങ് ദ 60 റെജിമൻ. 60 റെജിമൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐസോനിയാസിനോട് റെസിസ്റ്റന്റ് ആണ്, റിഫാംപിസിനോട് റെസിസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് TB ആണ്? MDR-TB. MDR-TB തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ഉണ്ട്, ഡബിൾ ജീൻ ഉണ്ട്. സിംഗിൾ ജീനും ഉണ്ട്, ഡബിൾ ജീനും ഉണ്ട്. നമ്മൾ ഈ സിംഗിൾ ജീൻ ഡബിൾ ജീൻ ഒക്കെ പറയുന്ന ഏതിനാണെന്ന് അറിയാലോ? ഐസോനിയാസിൽ വെച്ചിട്ടാണ് സിംഗിൾ ജീൻ ഡബിൾ ജീൻ. ഐസോനിയാസിലാണ് 2 ജീൻ മ്യൂട്ടേഷൻ ഉള്ളത്, ഇൻഹയും കാറ്റ്ജിയും. ഓക്കെ, ഇപ്പൊ സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യു വിൽ ബി ആസ്കിംഗ് ദിസ് പേഷ്യന്റ് ടു ഹാവ് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ഷോർട്ടർ MDR റെജിമൻ. സിംഗിളിന്റെ ഷോർട്ടർ. ഡബിൾ ജീൻ ആണെങ്കിലോ ലോങ്കർ MDR റെജിമൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഇറ്റ് ഈസ് ഷോർട്ടർ MDR റെജിമൻ. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് അഗൈൻ വെരി വെരി ക്ലിയർ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. നിങ്ങൾ വലിച്ചു വാരി പഠിക്കാതെ വേണ്ട വരികൾ മാത്രം പഠിച്ചാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ എ TB മദർ ഈസ് അഡ്വൈസ്ഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. ഇത് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ TB മദർ ഈസ് അഡ്വൈസ്ഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. വെരി ഗുഡ് അഞ്ജിമ, സോന, കൃഷ്ണേന്ദു, തസ്മി, അഖിൽ. യെസ്, ഒരു കാരണവശാലും മുലയൂട്ടല് നിർത്തരുത് എന്ന് പറയരുത്. നിർത്തണം എന്ന് പറയരുത്. മനസ്സിലായോ? നമുക്ക് TB മദറിന് BCG, അമ്മയ്ക്ക് നിർബന്ധമായിട്ട് HT കൊടുക്കണം. അതേപോലെ തന്നെ കുട്ടിക്ക് ജനിക്കുമ്പോൾ BCG കൊടുക്കണം. ഒരു കാരണവശാലും ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ബ്രസ്റ്റ് ഫീഡിങ് തുടരണം. മക്കളെ, ബ്രസ്റ്റ് ഫീഡിങ് വഴി കുട്ടിയിലേക്ക് പകരാൻ ചാൻസ് ഉള്ള ഡ്രഗ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? കുട്ടിയിലേക്ക് എല്ലാ ഡ്രഗും എത്താൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എത്തുന്ന ഡ്രഗ് വെരി ഗുഡ് മറിയ, വെരി ഗുഡ് സോന, വെരി ഗുഡ് കൃഷ്ണേന്ദു, ശ്യാം, വിച്ച് ഇസ് ഐസോനിയാസിൻ. ബ്രസ്റ്റ് ഫീഡിങ് വഴി ഓർത്ത് വെച്ചോണം. ബ്രസ്റ്റ് ഫീഡിങ് വഴി കുട്ടിയിലേക്ക് എത്താൻ ചാൻസ് ഉള്ള ഡ്രഗ് ഐസോനിയാസിൻ.
അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിക്ക് എന്ത് കൊടുക്കണം? ബേബിക്ക് ഷുഡ് ബി ഗിവൺ പിരിഡോക്സിൻ. പിരിഡോക്സിൻ കൊടുക്കണം. എത്ര mg വെച്ചിട്ട്? 5 milligrams പെർ ഡേ. നമ്മൾ പഠിച്ചു ബേബീസിന്റെ പിരിഡോക്സിൻ ഡോസ് എത്ര? എല്ലാവരും പറഞ്ഞ വാട്ട് ഇസ് ദ പിരിഡോക്സിൻ ഡോസ് ഇൻ ബേബി? 5 milligrams. വാട്ട് ഇസ് ദ പിരിഡോക്സിൻ ഡോസ് ഇൻ ചിൽഡ്രൻ? വെരി ഗുഡ്, 10 milligrams പെർ ഡേ. വാട്ട് ഇസ് ദ പിരിഡോക്സിൻ ഡോസ് ഇൻ അഡൽട്സ്? അഡൽട്സിന്റെ പിരിഡോക്സിൻ ഡോസ്? Excellent, 25 milligrams. What is the pyridoxine dose in HIV? 50. Very good, my dear students. Excellent, excellent, excellent. Very good. Okay, അപ്പം pyridoxine dose 5, 10, 25, 50 പുറത്ത് വെച്ചോളാം. വേണമെങ്കിൽ എഴുതിയിടും. 5, 10, 25, 50 കുട്ടികൾ പഠിക്കുക. നെക്സ്റ്റ്, IT based monitoring is known as. IT based monitoring is known as. Very simple. Okay, this is from your notification portion. IT based monitoring ഏതാണ്? Yes. Nikshay അല്ല, it is Nikshay. Very good, it is Nikshay. Nikshay software. Nikshay software വെച്ച് വർക്ക് ചെയ്യുന്ന പരിപാടിയാണ് 99 dots. ഓർമ്മയുണ്ടല്ലോ, മിസ് കോൾഡ് ബേസ്ഡ് സിസ്റ്റം. വിച്ച് ഇസ് ദ ലേറ്റസ്റ്റ് ടെക്നിക്? ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു ലേറ്റസ്റ്റ് ടെക്നിക് ആണ്. ഇറ്റ് ഇസ് RT മർമ്മ ലേറ്റസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതാണെന്ന് പറയാം. എനിവൺ ക്യാൻ ടെൽ ഇന്ത്യയിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന? വെരി ഗുഡ്, മറിയ. ഇറ്റ് ഇസ് 99 dots. This 99 dots is currently in India. $99 dots. Anyone remember what is the year of 99 dots? 99 dots in the version? Dots in the version last Srihari. It is 99 dots. Yes, very good, Manu. Very good, Vishnu. It is 2015. 2016. 2016 ആണ് 99 dots in the version. Okay. Excellent. അപ്പൊ ഇങ്ങനെ പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡോസ് ഓഫ് റിഫാംപിസിൻ ഇൻ NTEP. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡോസ് ഓഫ് റിഫാംപിസിൻ ഇൻ NTEP. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് FDC ചാർട്ട് നിങ്ങളുടെ ആരും ഇതിങ്ങനെ 2, 3, 4, 5 ഈ കണക്കൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ കണക്കുകൾ മുഴുവൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അറിയേണ്ടത് മൊത്തം എത്ര വെയിറ്റ് ബാൻഡ്സ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. 5 വെയിറ്റ് ബാൻഡ്സ് ആണ് അഡൽട്ടിന്റെ ട്രീറ്റ്മെന്റിനുള്ളത്. FDCയിൽ എന്തൊക്കെയുണ്ട്? 75 milligram ഐസോനിയാസിൻ, 150 milligram റിഫാംപിസിൻ, 400 milligram പൈറാസിനമൈഡ്, 270. So your answer is 150 milligrams. Okay. Answer is 150 milligrams. ഇനി റിഫാംപിസിൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന 3 റിഫാകളെ പറ്റി ഓർക്കണം. വാട്ട് ആർ ദ 3 റിഫ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇറ്റ് ഈസ് റിഫാംപിസിൻ, നെക്സ്റ്റ് ഈസ് റിഫാപെൻഡിൻ, നെക്സ്റ്റ് ഈസ് റിഫാബ്യൂട്ടിൻ. റിഫാംപിസിൻ നമ്മുടെ സാധാ TBയുടെ മാനേജ്മെന്റ് ഓഫ് TBയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യും. മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ്. റിഫാപെൻഡിൻ പ്രൊഫൈലാക്സിസ് ഓഫ് TB. റിഫാബ്യൂട്ടിൻ ട്രീറ്റ്മെന്റ് ഓഫ് HIV/TB. HIV/TB ട്രീറ്റ് ചെയ്യാനാണ് റിഫാബ്യൂട്ടിൻ. നമ്മൾ അവിടെ റിഫാംപിസിൻ യൂസ് ചെയ്തില്ല, റിഫാബ്യൂട്ടിൻ ആണ് HIV/TB യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിസിൻ, പെൻഡിൻ, ബ്യൂട്ടിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. 3 റിഫാസ്. ഓക്കെ, നെക്സ്റ്റ്. And this is your second last question. 45-year-old male patient comes to OPD with cough and diarrhea since last 3 weeks. On diagnosis, he is found to be HIV positive with TB. Next line of management. ഇത് ഒരു previous year question ആണ്. This is again another previous year question. അതായത് ഒരു പേഷ്യന്റിന് HIV സ്ഥിരീകരിച്ചു, ഒപ്പം TBയും സ്ഥിരീകരിച്ചു. അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വെരി ഗുഡ്. ദിസ് സ്റ്റാർട്ട് ATT ഫോളോഡ് ബൈ ART. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരാൾക്ക് HIV ഉണ്ട്, TB ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം ആരെ ട്രീറ്റ് ചെയ്യും? TB ട്രീറ്റ് ചെയ്തിട്ട് മാത്രം HIV ട്രീറ്റ് ചെയ്യാം. TB ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ATT, HIV ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ART. TB ട്രീറ്റ്മെന്റ് തുടങ്ങി എത്ര നാളിന് ശേഷം? 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം HIV ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ TB അങ്ങ് കൂടും, ഫ്ലെയർ അപ്പ് ആകും, ഹൈ റിസ്ക് ഇമ്മ്യൂൺ റീകൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഉണ്ടാകും. നടക്കാൻ പാടില്ല. മക്കളെ ഇനി ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. കഫ് ആൻഡ് ഡയറിയ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഡിസീസ് ആണ്. ഇറ്റ് ഈസ് HIV. ഡയറിയ എന്താണ്? HIV-യുടെ ഒരു ലക്ഷണമാണ്. അതായത് ഭയങ്കര ഡയറിയ ആയിരിക്കും പേഷ്യന്റിന്, വിച്ച് ഈസ് ലാസ്റ്റിംഗ് സിൻസ് 3 weeks. ഓക്കെ,
ഇതാണ് HIV TB കോഇൻഫെക്ഷൻ. ഞാൻ മുമ്പേ പ്രത്യേകം പറഞ്ഞു, കോഇൻഫെക്ഷൻ മനസ്സിലാക്കേണ്ട, അതായത് ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓർത്തിരിക്കേണ്ട രണ്ട് ഡിസീസസ് ഏതൊക്കെയാണ്? ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓർക്കേണ്ട ഡിസീസസ്, ബൈഡയറക്ഷണൽ സ്ക്രീനിങ്. സോ ഇറ്റ് ഇസ് HIV വിത്ത് TB. അതായത് HIV ഉള്ളവരെ എല്ലാവർക്കും TB ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യണം, TB ഉള്ളവർക്ക് എല്ലാവർക്കും HIV ഉണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്തത് ഏതാണ്? COVID-19 ആൻഡ് TB. സോ ഇതിനും ബൈഡയറക്ഷണൽ സ്ക്രീനിങ്. കോവിഡ് ഉള്ളവർക്ക് TB ഉണ്ടോ നോക്കണം, TB ഉള്ളവർക്ക് കോവിഡ് ഉണ്ടോ നോക്കണം. Again, this is very, very simple. Next is last question. I think it last like this. Again, this is the second last question. If after 2 months of conventional anti-TB therapy, sputum smear examination is positive, it indicates. നമ്മുടെ TB ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. TB ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? മക്കളെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സൂക്ഷിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ ഡെഫിനിഷൻസ്. അതായത് 2 മാസം ആയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ 2 months ഓഫ് ആന്റി കൺവെൻഷണൽ തെറാപ്പി, ആന്റി TB തെറാപ്പി ചെയ്തു, പക്ഷെ ഇപ്പൊ സ്പ്യൂട്ടം പോസിറ്റീവ് ആണ്. അല്ലാതെ ട്രീറ്റ്മെന്റ് നിർത്തിയെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ലോസ്റ്റ് ഫോളോ അപ്പും റിട്ടേൺ ആഫ്റ്റർ ഡിഫോൾട്ട് ഒന്നും കൊണ്ട് ഇടരുത്. ട്രീറ്റ്മെന്റ് 2 മാസം എടുത്തോണ്ടിരിക്കെ അയാൾ പോസിറ്റീവ് ആയി. അപ്പൊ അതിന് എന്താ പറയാ? ദാറ്റ് ഈസ് നോൺ ആസ് യുവർ ട്രീറ്റ്മെന്റ് ഫെയിലുവർ. മാർക്ക് ആൻസർ ഇസ് ട്രീറ്റ്മെന്റ് ഫെയിലുവർ. ഇറ്റ്സ് നോട്ട് റിട്ടേൺ ആഫ്റ്റർ ഡിഫോൾട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഒരാൾക്ക് TB ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ, സോ TB ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ആൻഡ് ബാക്ടീരിയൽ ലോഡ് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. TB ട്രീറ്റ്മെന്റ് തുടങ്ങി 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാക്ടീരിയൽ ലോഡ് എത്രയായിട്ട് കുറയും? 50 മുതൽ 90% കുറയും. എന്നാൽ TB ട്രീറ്റ്മെന്റ് തുടങ്ങി 2 ആഴ്ചയ്ക്കുള്ളിൽ ബാക്ടീരിയൽ ലോഡ് 95% കുറയും. ഇതൊന്ന് അറിഞ്ഞിരിക്കണം. TB ട്രീറ്റ്മെന്റ് തുടങ്ങി 3 ആഴ്ചയ്ക്കുള്ളിൽ ബാക്ടീരിയൽ ലോഡ് 99% കുറയും. മനസ്സിലായോ? അപ്പൊ ഏകദേശം 2 മാസം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു വരേണ്ട സമയമാണ്. എന്നിട്ടും അയാൾക്ക് TB പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ട്രീറ്റ്മെന്റ് പൊളിഞ്ഞു, ട്രീറ്റ്മെന്റ് ഇസ് ഫെയിൽ, ട്രീറ്റ്മെന്റ് ഫെയിലർ. നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് ഈ ടേബിൾ ഇട്ടിട്ടുണ്ട്. പ്ലീസ് 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 ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ടേബിൾ. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ട്രീറ്റ്മെന്റ് ഫെയിലർ, എന്താണ് റിക്കറന്റ് TB, എന്താണ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഫിവർ, എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, then next question. False about BCG vaccine. Last ആണ്. BCG വാക്സിനെ പറ്റി false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി. False about BCG vaccine. Yes, very good. Maria, Rajana, Hadia, Sona, Shyam, Anjiva. It is not a killed vaccine. BCG vaccine, it is a live attenuated vaccine. നമ്മൾ പറഞ്ഞതാണ് ഏത് സ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്? Danish 1331 strain of this Mycobacterium bovis. It is a live attenuated vaccine. It is given over left upper correct, intradermally given correct, lyophilized vaccine correct. Okay, lyophilized means it is a freeze-dried vaccine. When we are moving to this very last question, the most heat sensitive vaccine. This is a general question. It is a must-know vaccine. Most heat sensitive vaccine. ഇതിന്റെ ആൻസർ എത്ര പേരുള്ളത് നോക്കട്ടെ. മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ. ആൻഡ് ദിസ് ഇസ് അഗൈൻ എ വെരി വെരി പൊട്ടൻഷ്യൽ ക്വസ്റ്റൻ. നിങ്ങൾ എപ്പിഡമിയോളജി പഠിച്ചിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ട്, എപ്പിഡമിയോളജി വെറുതെ പഠിച്ചാൽ പോരാ, എപ്പിഡമിയോളജി വാക്സിൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ആൻസർ പറയാൻ പറ്റും. Yes, very good, Arya, Rajana, Sona, Anju. Yes, Arya. Very good, Srihari. The answer is reconsider. മക്കളെ മറക്കരുത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് OPV ആയിരിക്കും കയറി വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പിഡമിയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ്, ഇത് ശരിയാണ്, OPV ആണ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ, കറക്റ്റ് ആണ്. പക്ഷേ ഓപ്ഷനിൽ റീകോൺസിഡേർഡ് BCG എന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. മനസ്സിലായോ? റീകോൺസിഡേർഡ് എന്ന് പറഞ്ഞാൽ പൊടി പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ തലയിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിയും, പിന്നെ അത് എത്രയും വേഗം ഉപയോഗിച്ച് തീർത്തോണം, ഡൈലുവന്റ് ആഡ് ചെയ്ത് കഴിയും. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് വാക്സിന്റെ ഒരു ഓർഡർ ഞാൻ പറഞ്ഞു തരാമെന്ന് എഴുതിക്കണം. ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ഈസ് റീകോൺസിഡേർഡ് BCG. നെക്സ്റ്റ് ഈസ് OPV bar IPV. Next is measles MR, Rota, JE, DPT, BCG. കണ്ടോ മക്കളെ,
നോർമൽ ബി സി ജി ഇവിടെ കിടക്കുന്നത്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ബി സി ജി ഇവിടെ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ബി സി ജി ഹീറ്റ് സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി ജി ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ്. പക്ഷേ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ലിസ്റ്റിന് ഏറ്റവും മുകളിലാണ്. മറക്കരുത്, മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ്. നിങ്ങൾക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂട്ട് ബി സി ജി ഇല്ലാതെ ആൻസർ ഒ പി വി ബാർ ഐ പി വി ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോണ്ട് എപ്പിഡമിയോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ. ബി സി ജി വാക്സിനെ പറ്റി 2-3 പോയിന്റൂടെ ഞാൻ പറയട്ടെ. ബി സി ജി വാക്സിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലയോഫിലൈസ്ഡ് വാക്സിൻ. നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് എ ലയോഫിലൈസ്ഡ് വാക്സിൻ, അല്ലെങ്കിൽ ഇതൊരു പൊടി പോലെ ഇരിക്കുന്ന വാക്സിൻ ആണ്. ഇറ്റ് ഈസ് എ ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ. ഇതിന്റെ ഡൈലുവന്റ് ഏതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഡൈലുവന്റ് ഈസ് നോർമൽ സലൈൻ. നോർമൽ സലൈനായിട്ട് ഡൈലൂട്ട് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് എത്ര നേരത്തിനുള്ളിൽ യൂസ് ചെയ്യണം? ഇറ്റ് ഈസ് യൂസ്ഡ് വിത്തിൻ 4 hours ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. താമസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താമസിച്ചു കഴിഞ്ഞാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം വരാൻ ചാൻസസ് ഉണ്ട്. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി മീൻസ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്സിൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസത്തിനും 28 ദിവസം വരെ ഉപയോഗിക്കുക. അതാണ് ഓപ്പൺ വയൽ പോളിസി. പക്ഷെ ചില വാക്സിൻ ഓപ്പൺ വയൽ പോളിസി അനുസരിക്കത്തില്ല, പൊട്ടിച്ചാൽ ഉടനെ തന്നെ ഉപയോഗിക്കണം. ആ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വാക്സിൻസ് എല്ലാം തന്നെ ഓപ്പൺ വയൽ പോളിസി ഒബേ ചെയ്യത്തില്ല. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വാക്സിൻസ് മറക്കരുത്, ഡു നോട്ട് ഒബേ ഓപ്പൺ വയൽ പോളിസി. കാരണം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാക്സിൻ എത്രയും വേഗം ഉപയോഗിച്ച് തീർക്കണം. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാക്സിൻസിന്റെ പേര് നിങ്ങൾ എപ്പിഡമിയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മീസിൽസ്, റോട്ട, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ബി സി ജി വാക്സിൻ ആൻഡ് COVID-19 വാക്സിൻ. ഈ 5 വാക്സിൻസും ഇത്ര വേഗം ഉപയോഗിച്ച് തീർക്കണം. അതർവൈസ് അത് ഇരിക്കത്തില്ല. ഓക്കെ, അപ്പൊ മക്കളെ, this is all about this Q&A session today, and I hope that this is very very clear. സത്യം പറയാമല്ലോ, നമ്മുടെ ടി വി എന്ന് പറയുന്ന Q&A എടുക്കാൻ വളരെ കമ്പൽസമാണ്. Q&Aയുടെ ഉദ്ദേശം എല്ലായിടും ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഏരിയ ടച്ച് ചെയ്ത് ഇമ്പോർട്ടന്റ് ടേബിൾസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മാക്സിമം പലയിടത്തൊന്നും പല ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് എടുത്തത്. എല്ലാം എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടി മാത്രം. നിങ്ങൾ എത്രയും വേഗം കയറി സർവീസിൽ കയറണം തന്നെയാണ്. കാരണം നിങ്ങൾ കയറി കഴിഞ്ഞാൽ എനിക്കും കൂടാണ് പ്രയോജനം. കാരണം നാളെ നിങ്ങൾ എവിടെയെങ്കിലേക്ക് വെച്ച് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ കാണും. ഓക്കെ, യെസ്. അപ്പം Q&A സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് Q&A സെഷൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനിയുള്ള Q&A സെഷനിലും വരണം. ഓക്കെ, പങ്കെടുക്കണം, ആൻസേഴ്സ് ഇടണം, maximum gram ചെയ്യണം. So I wish you all the very very best for your upcoming treatment organizer exam and also for your PHA exam. Thank you so much.